നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് പ്രധാന വാർത്തകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 15, ചിത്തിര നക്ഷത്രം, 2025 ജൂലൈ 31 വ്യാഴാഴ്ച. ഇന്നത്തെ രാഹുകാലം ഉച്ച കഴിഞ്ഞ് 2:03 മുതൽ 3:36 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ് ഇന്ന്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,422ാമത്തെ ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടക മാസം 15 തീയതിയാണ്. ശകവർഷം 1947 ശ്രാവണ മാസം 9 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 31 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ് ഇന്ന് വരുന്നത്. കരണം വരുന്നത് ആന കരണവും നിത്യയോഗം സാധ്യനാമ നിത്യയോഗവുമാണ്. ഇന്ന് നാൾ ഉദയത്തിന് വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം തന്നെയാണ്. ഇന്ന് ദിവസം വ്യാഴം. വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:37 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വൈകിട്ട് 6:42 59 അസ്തമയം സംഭവിക്കുന്നു. ഉദയാസ്തമയങ്ങൾ മധ്യ കേരളത്തിലേതാണ്. ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസം ഉത്തര ദക്ഷിണ കേരളത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 25 മിനിറ്റ് 22 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം. അത് ഏതാണ്ട് 20 സെക്കൻഡ് വീതം നിത്യേന കുറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:36 വരെയുള്ള സമയത്താണ്. ഗുളിക കാലം വരുന്നത് രാവിലെ 9:23 തുടങ്ങി 10:57 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 6:17 തുടങ്ങി 7:50 വരെയുള്ള സമയത്താണ്. രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല. ആ കാലം ശുഭകർമ്മങ്ങൾക്കോ യാത്രയ്ക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം, ചതയം, പൂരൂരുട്ടാതി നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക, യാത്ര മുതലായവ, പ്രധാനപ്പെട്ട യാത്രകൾ ഇവയൊക്കെ ഇന്ന് സാധിക്കുമെങ്കിൽ മാറ്റിവെക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും തുടർന്ന് 12:32 മുതൽക്ക് 12:54 വരെയുമാണ്. 12:06 മുതൽക്ക് 12:54 വരെയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. മധ്യത്തിലുള്ള 4 മിനിറ്റ് അതിൻ്റെ സന്ധി ഒഴിവാക്കാറുണ്ട്. നക്ഷത്രം ഉദയത്തിന് വരുന്ന ചിത്തിരയാണ്. അത് ശാന്തി കർമ്മങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പൗഷ്ടിക കർമ്മങ്ങൾക്കും, ശില്പം, അതുപോലെ പുതിയ ആഭരണം ധരിക്കുക, പുതിയ വസ്ത്രം ധരിക്കുക, യജ്ഞോപവീതം അതായത് പൂണൂൽ മാറുക മുതലായിട്ടുള്ളവയ്ക്കും കൃഷിക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് ചിത്തിര നക്ഷത്രം. തിഥി വരുന്നത് സപ്തമിയാണ്. സപ്തമി തിഥിക്കും വിവാഹാദികൾക്കും പുതിയ വസ്ത്രം ആഭരണാദികൾക്കും ഒക്കെ അത് ധരിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. യുദ്ധത്തിനും അതുപോലെ യാത്രയ്ക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ് സപ്തമി തിഥി. പ്രധാന വാർത്തകളിലേക്ക് പോകാം. നിരവധി കഥകളാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും പുറത്തു വരുന്നത്. ക്രൈസ്തവ സഭയും രാഷ്ട്രീയക്കാരും കളിച്ച് കളി കാര്യമായ മട്ടാണ്. ഇരു കൂട്ടരുടെയും ഭീഷണിയും സമ്മർദ്ദവും ചിലവാകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മതപരിവർത്തനമെന്ന അഗ്നിപർവ്വതം ഛത്തീസ്ഗഡിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ്.
കന്യാസ്ത്രീ വിവാദത്തിൽ വളച്ചൊടിക്കുന്നവർ കേൾക്കാൻ കേരളത്തിൽ കേട്ടതൊന്നുമല്ല സത്യം. ഛത്തീസ്ഗഡിൽ രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പ് ഇല്ലേയില്ല. മലേഗാവ് സ്ഫോടനക്കേസിൽ വിധി ഇന്ന്. NIA കോടതി വിധി പറയുക. 2008 നടന്ന സ്ഫോടനത്തിൽ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനും കേണൽ പ്രസാദ് പുരോഹിതിനും നിർണായകം. വയനാട് ദുരിതബാധിതരുടെ വീട് നിർമ്മാണത്തിൽ അഴിമതിയോ? 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ. വീടു കണ്ടാൽ വിലമതിക്കില്ലെന്ന ആക്ഷേപം. ഉപയോഗിച്ചത് കുറഞ്ഞ ടൈലുകളെന്നും ആരോപണം. ഭാരതത്തിന് അധിക താരിഫ് ചുമത്തി അമേരിക്ക. 25% അധിക താരിഫ് എന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിൽ അധിക തുക പിഴയും. പുതുക്കിയ താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ. ശബരിമല റോപ്പ് വേയിൽ അന്തിമ രൂപരേഖ പരിഷ്കരിക്കാൻ വനം വകുപ്പ്. പദ്ധതി പ്രദേശം സന്ദർശിച്ച് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ. വനഭൂമിയും മരങ്ങളും സംരക്ഷിച്ചു വേണം പദ്ധതിയെന്ന് നിർദ്ദേശം. കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആശമാർക്ക് വിലക്ക്. കള്ളിക്കാട് പഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത്. നിർദ്ദേശം നൽകി നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജിനി. പരിപാടി സംസ്ഥാന ആരോഗ്യമന്ത്രിയെ അറിയിക്കാത്തതുകൊണ്ടെന്ന് വാദം. ശബ്ദ സന്ദേശം ജനം ടിവിക്ക്. കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിച്ച് VC. ഫയൽ നീക്കം ഡോക്ടർ മിനി കാപ്പൻ വഴി മാത്രം. KS അനിൽകുമാറിന്റെ ഫയൽ സംവിധാനം നിർത്തലാക്കി. സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് ഈ മാസവും ശമ്പളമില്ല. തീരങ്ങളിൽ സന്തോഷ കടലിരമ്പം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നീക്കി. മത്സ്യബന്ധനം പൂർണ്ണമായി പുനരാരംഭിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് ഇന്നു മുതൽ ഓവലിൽ. പന്തിന് പകരം ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറാകും. കുൽദീപും ആർഷ്ദീപും കളിച്ചേക്കും. ഇംഗ്ലീഷ് നിരയിൽ 4 മാറ്റങ്ങൾ. ബെൻ സ്റ്റോക്സും ആർച്ചറും കളിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു വാർത്തയിലേക്ക്. ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തി. വേടന്റെ ആരാധികയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് കേസ്? കൃഷ്ണരാജ്, ഇത് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് ഈ ഒരു ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. തൃക്കാക്കരയിൽ താമസിക്കുന്ന യുവതിയാണ്. അവർ നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായി 2 വർഷത്തോളം വേടൻ, റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ബലാത്സംഗവും ലൈംഗിക ചൂഷണവും തുടർച്ചയായി നടത്തിയതെന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വേടന്റെ ഒരു ആരാധികയായിരുന്നു ഈ യുവതി. വേടൻ
വേടന്റെ പാട്ടുകളും ഒപ്പം തന്നെ ഇന്റർവ്യൂകളും കണ്ട് ആരാധികയായി മാറിയ ആളാണ്. തുടർന്ന് ഇക്കാര്യം പറഞ്ഞു വേടനുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്, സൗഹൃദത്തിലാകുന്നു. ഈ സൗഹൃദം മുതലെടുത്തുകൊണ്ടാണ് വേടൻ എന്ന ഹിരൺദാസ് റാപ്പ് ഗായകൻ നിരന്തരമായി യുവതിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് എന്ന കാര്യമാണ് തൃക്കാക്കര പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് തുടർച്ചയായ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ IPC വകുപ്പുകൾ, കാരണം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള കേസാണ്. IPC പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് അന്വേഷണ ഘട്ടത്തിലാണ് എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഈ വിശദമായ മൊഴി തന്നെയാണ് യുവതിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ എത്തിച്ചാണ് യുവതിയെ വേടൻ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്, ലൈംഗിക ചൂഷണം ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റുകളിൽ വെച്ചടക്കം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്ന കാര്യം യുവതി പരാതിയിൽ നൽകിയിട്ടുണ്ട്. വേടനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട്, ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വേടന് ഒരു വീരപരിവേഷം ചില കോണുകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് മാറി. തുടർന്ന് ഈ കേസ് തനിക്ക് തന്നെ സഹായകരമായ ആ ഒരു കേസ് എന്ന കാര്യങ്ങളെല്ലാമായിരുന്നു വേടൻ പലപ്പോഴായി പറഞ്ഞിരുന്നത്. അതിനുശേഷം ആണ് ഇപ്പോൾ ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി തന്നെ വേടൻ എന്ന ഹിരൺദാസിനെതിരെ വന്നിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് ലൈംഗിക പീഡന പരാതികൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. വേടൻ്റെ ഈ പല സ്റ്റേജ് പരിപാടികളും കണ്ട് ആരാധകരായി മാറുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ അവരാണ് ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ യുവതി അത്തരത്തിൽ വേടൻ്റെ പരിപാടികളും ഒപ്പം തന്നെ ഇൻ്റർവ്യൂകളും കണ്ടാണ് ഒരു ആരാധികയായി മാറിയത് എന്ന കാര്യമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് കൃത്യമായി തന്നെ വേടൻ മുതലെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ യുവതിയെ വശത്താക്കുകയായിരുന്നു എന്ന കാര്യമാണ് ആ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് തുടർച്ചയായ ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ഇരയാക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യമാണ് ഈ ഒരു പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം, ഇതിനിടയിൽ പലതവണ വിവാഹ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് പറഞ്ഞതിന് ശേഷം പല ഭാഗങ്ങളിൽ എത്താൻ പറയുന്നു. അവിടെ വെച്ച് തുടർച്ചയായി ബലാത്സംഗം ചെയ്യുന്നു എന്ന കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷം, അതായത് 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയാണ് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് ലൈംഗിക പീഡനം, ലൈംഗിക ചൂഷണം, ബലാത്സംഗം നടത്തിയത് വേടൻ എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വേടൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം മറ്റ് ഫ്ലാറ്റുകളിൽ വെച്ചും വേടൻ്റെ താമസ സ്ഥലങ്ങളിൽ വെച്ചും ഇത്തരത്തിൽ ലൈംഗിക പീഡനങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മറ്റ് സുഹൃത്തുക്കളുടെ കൂടി അറിവോടെ ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി രേഖപ്പെടുത്തുന്നത്. എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരാതി രേഖപ്പെടുത്തുന്നത്. ഈ പരാതിയിൽ വിശദമായി തന്നെയുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് FIR ഇട്ടിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള FIR ആണ് ഇപ്പോൾ തൃക്കാക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണ് വേടൻ കേസ് നടപടികളെ നേരിടേണ്ടി വരിക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. എറണാകുളം തൃക്കാക്കര പോലീസ് കേസെടുത്തു. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ ഇടങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തി. വേടൻ്റെ ആരാധികയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, 2021 മുതൽ 2023 വരെ ഈ പരാതി എപ്പോഴാണ് നൽകിയത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം
ആണ് ഈ ഒരു എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തന്നെ ഈ ഒരു സംഭവ കാര്യങ്ങൾ വിശദമായി തന്നെ അത് ആ ഒരു പരാതി യുവതി നൽകി ആ ഒരു മൊഴി വിശദമായി തന്നെ കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. അർദ്ധരാത്രിയോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇനിയൊരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് വേടനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കടക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ യുവതി പറഞ്ഞിരിക്കുന്ന ലൈംഗിക ചൂഷണം നടന്നിരിക്കുന്ന, ബലാത്സംഗം നടന്നിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജിജീഷിലേക്ക് വരാം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞിരുന്നു. ശശികല ടീച്ചർ കഞ്ചാവ് കേസിൽ പിടിയിലാകുന്നു. അതിനുശേഷം അതൊക്കെ ഒത്തുതീർപ്പാക്കി വീരപരിവേഷം നൽകി സർക്കാർ അടക്കം വിവിധയിടങ്ങളിലേക്ക് വേടനെ എഴുന്നള്ളിക്കുന്നു. ഇപ്പോൾ ഇതാ ബലാത്സംഗ കേസ്. ഇവിടെ ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ള ബോധ്യം അതെന്നും മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചില വൈറൽ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുകയും അതിന്റെ പിന്നാലെ അങ്ങനെ നമ്മൾ അഭിനയിച്ച് പോവുകയൊക്കെയാണ്. ഇവിടെ നമുക്കറിയാം ആരാണെങ്കിലും അല്ലെങ്കിൽ ഈ തെറ്റിലും കുറ്റത്തിലും ഇദ്ദേഹം മാത്രമേ വരൂ, അതൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ ആര് വന്നാലും അവരെന്ത് വേഷം ധരിച്ചാലും അവരെന്ത് കലാകാരനാണെങ്കിലും അവരെല്ലാം നിയമത്തിന് വിധേയരാണ്. ആ ഒരു കാര്യമാണ് കേരള സർക്കാർ മറന്നത്. അപ്പൊ നമുക്കറിയാം കഞ്ചാവ് കേസിൽ പെട്ടു എന്ന് പറഞ്ഞ ഒരു സ്ഥിതിക്ക് അതിന് ഒരു പക്ഷേ നിയമപരമായി മോചനം നേടാനൊക്കെയുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നമ്മൾ സർക്കാർ അതിഥിയാക്കിയപ്പോൾ കൊണ്ടുവരണമോ എന്നൊരു സംശയം മാത്രമായിരുന്നു ഞങ്ങളൊക്കെ ആദ്യം ചോദിച്ചിരുന്നത്. അവിടെയൊക്കെ കേരള സർക്കാരിന് പഴച്ചു. ഇവിടെ ചെയ്യുന്നത് കാരണം ആരോടെങ്കിലുമൊക്കെ ഉള്ള വൈരാഗ്യം തീർക്കാൻ ആരെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയാണ് കേരളം കുറച്ചു കാലമായി അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തരഫലമാണത്. ഏതായാലും നിയമ നടപടികൾക്ക് വിധേയമാകട്ടെ. അതിന്റെ ശരിയോ തെറ്റോ വിധിക്കാൻ നമ്മളാരും അല്ല. അപ്പൊ ഇത്തരത്തിലൊരു കേസ് വന്ന സ്ഥിതിക്ക് നിയമപരമായി തന്നെ അത് മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് പ്രത്യേക പരിഗണനകളൊന്നും ആർക്കും കൊടുക്കരുത്. കാരണം പ്രത്യേക പരിഗണന എപ്പോഴും സ്ത്രീപക്ഷത്തിനായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിയമത്തിന്റെ പദ്ധതി. അപ്പൊ അതുകൊണ്ട് അവരെന്താണോ പറഞ്ഞത് അതനുസരിച്ച് ആ കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. ശശികല ടീച്ചർ, അതായത് ഈ സർക്കാർ അതിനുശേഷം എത്ര പരിപാടികളിലാണ് റാപ്പർ വേടനെ പങ്കെടുപ്പിച്ചത്? അതിനുശേഷം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പലരും. ഇനി എന്ത്? സർക്കാർ അതിഥിയായി പങ്കെടുപ്പിച്ചു എന്നതിനേക്കാൾ ഇപ്പൊ ഞാനൊക്കെ ഗൗരവമായി ചൂണ്ടിക്കാണിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. സർക്കാർ അതിഥിയായി പങ്കെടുപ്പിച്ചത് കാരണം പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിന് ഈ കഞ്ചാവ് കേസിൽ പിടിച്ച കേസുണ്ടായത്. പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അതേ പാലക്കാട് പട്ടികജാതി പട്ടികവർഗ ഫണ്ടിന്റെ വിനിയോഗിച്ചുകൊണ്ട് നടത്തുന്ന അവരുടെ ഒരു സംഗമത്തിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ സംഗമം പാലക്കാട് നടക്കുമ്പോൾ അതിന് മുഖ്യാതിഥിയായി കൊണ്ടുവന്നു. ഒരാഴ്ചയാണ് സമയം. തൊട്ട് തലയാഴ്ച അതേ പാലക്കാട് പങ്കെടുത്തുകൊണ്ട് ആ ദിവസമാണ് ഈ വിഷയം ഉണ്ടായത്. അതിന്റെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ അതിഥിയായി പങ്കെടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് യുവതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശമല്ല. നമുക്കറിയാലോ, വളർന്നു വരുന്നവർക്ക് നമുക്ക് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ചില സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കേണ്ടത് മാതൃകകളാണ്. മറ്റു പലതിൽ നിന്നും അറിയാതെ അറിയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അറിയാതെ അറിയാൻ എന്ത് സന്ദേശമാണ് സർക്കാർ കൊടുത്തത്? അതിനു മുമ്പ് മീറ്റു ആരോപണത്തിലും പെട്ടതാണ്. ഇതൊക്കെ പലരും പെടുന്നുണ്ട്. അതുകൊണ്ട് ആള് മോശമാണെന്നോ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ സാധ്യത അതൊന്നുമല്ല പറയുന്നത്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ സർക്കാർ ചില ശുദ്ധി പാലിക്കേണ്ടതുണ്ട്, ചില പഥ്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് കേരള സർക്കാർ മറന്നുപോയി. അത് പലപ്പോഴും ഭീകരവാദികളോടാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ, കാരണം അത് ആരോടും ഉള്ള ദേഷ്യം തീർക്കണം. നമ്മൾ കേരളത്തിന്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ആരോടും ഉള്ളൊരു ദേഷ്യം തീർക്കുകയാണ്. അതിനുവേണ്ടി മറ്റാരെങ്കിലുമൊക്കെ അപ്പൊ അവരെന്തു തന്നെ ക്രിമിനൽ ആയാലും കുഴപ്പമില്ല, എന്തു തന്നെ ആയാലും കുഴപ്പമില്ല, അവരെ വാരി പിടിക്കുമ്പോൾ ഞങ്ങൾ മറ്റാരോടോ ഉള്ള അല്ലെങ്കിൽ മറ്റാർക്കോ ഉള്ള എന്തോ ഒരു മറുപടി കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകത്തക്ക വിധത്തിലാണ് സർക്കാർ പെരുമാറുന്നത്. അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഭൂഷണമാണ്. പക്ഷെ സർക്കാരിന് അത് ഭൂഷണമല്ല. സർക്കാർ എല്ലാവരുടെയാണ്. നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു അധ്യായമായിട്ട് ഇത് മാറട്ടെ എന്നേ പറയാനുള്ളൂ. അല്ല ശശികല ടീച്ചർ, അതായത് ഈ കഞ്ചാവ് കേസ് വിഷയമൊക്കെ അതിൻ്റെ ഒത്തുതീർപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വേടൻ പറഞ്ഞ വാക്കുകളുണ്ട്. യുവാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന്. അത് തന്നെയാണ് ഞങ്ങളന്ന് പറഞ്ഞത്. അപ്പൊ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോ എന്നെ കുടുക്കിയതാണ്,
ഞാനത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ നമുക്കൊരു സഹതാപത്തിന്റെ ഒരു ഭാഗം, എന്നാലും നിയമത്തിന് മുന്നിൽ ശുദ്ധനായി വരണം. അതുപോലും പറയാതെ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നെ മാതൃകയാക്കരുത് എന്ന് പറയാനുള്ള ഒരു വീക്ഷണം ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായി, ഹിരൺദാസിനുണ്ടായി. ആ വീക്ഷണം പോലും സർക്കാരിനുണ്ടായില്ല. എന്നെ നിങ്ങൾ മാതൃകയാക്കരുത് എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ യുവാക്കളുടെ മുന്നിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ സർക്കാരിന് ആ ഒരു ശുദ്ധി പാലിക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. നന്ദി KP ശശീല ടീച്ചർ പ്രതികരിച്ചതിന്. ഏതായാലും വേടനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നു. യുവ ഡോക്ടറാണ് പരാതി നൽകിയത്. 2021 മുതൽ 2023 വരെ തുടരെ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി തുടരെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. എറണാകുളം തൃക്കാക്കര പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി വീണ്ടും ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, പറഞ്ഞു വന്നത് തുടരാം. കൃഷ്ണരാജ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിരൺദാസ് എന്ന വേടൻ റാപ്പ് ഗായകൻ തൻ്റെ ഒരു ആരാധകരെ അല്ലെങ്കിൽ ആരാധന മുതലെടുത്തുകൊണ്ട് ലൈംഗിക ചൂഷണം നടത്തി, ബലാത്സംഗം നടത്തി എന്ന അതിഗൗരവകരമായ ഒരു പരാതി തന്നെയാണ് പോലീസിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതാണ്ട് 2 വർഷത്തോളം 2021 ആരംഭിച്ച് 2023 വരെ തുടർന്ന ലൈംഗിക ചൂഷണം, ലൈംഗിക പീഡനം, ബലാത്സംഗം ആണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ വിവാഹം കഴിക്കാമെന്ന ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ യുവതിയെ നിരന്തരമായി വേടൻ എന്ന ഹിരൺദാസ്, വേടൻ എന്ന അറിയപ്പെടുന്ന ഗാനരംഗങ്ങളിൽ ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വേടൻ എന്ന് അറിയപ്പെടുന്ന ഹിരൺദാസ് തുടർച്ചയായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് എന്ന കാര്യമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ യുവതി വേടനെ പരിചയപ്പെടുന്നത്. വേടൻ്റെ പ്രോഗ്രാമുകൾ കണ്ട്, റാപ്പ് ഗാനങ്ങൾ കണ്ട് വലിയ ആരാധികയായി മാറിയിരുന്നു. അതിനിടയിൽ വേടൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ ഇൻ്റർവ്യൂകൾ യുവതി സ്ഥിരമായി ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വേടനോടൊരു ആരാധന ഉണ്ടാകുന്നു. ആ ആരാധനയുടെ ഭാഗമായി സാധാരണ നിലയിൽ വേടനുമായി സംസാരിക്കുന്നു, ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നു. എന്നാൽ അവിടെ വേടൻ മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്നു ഒരു റൂമിലേക്ക്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഈ ഹിരൺദാസ് എന്ന വേടൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു എന്ന കാര്യമാണ് പ്രധാനമായും ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായ ഒരു ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം ഈ യുവതി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. 2 വർഷത്തോളം പല സ്ഥലങ്ങളിലായിട്ടാണ് ലൈംഗിക ചൂഷണം നടന്നിരുന്നത്. പല സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ കോഴിക്കോട് അടക്കം വെച്ച് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട്, ബലാത്സംഗം നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം വിവാഹം കഴിച്ചുകൊള്ളാം എന്ന ഒരു ഉറപ്പ് നൽകി വീണ്ടും ഈ ഒരു ലൈംഗിക ചൂഷണം ആവർത്തിക്കുകയായിരുന്നു, ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന കാര്യം പരാതിയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് വേടൻ എന്ന ഹിരൺദാസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെയും വേടൻ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിവാദങ്ങളുടെ കരിനിഴൽ തുടർച്ചയായി വീണിട്ടുള്ള ഒരു റാപ്പ് ഗായകനാണ് വേടൻ. വേടനെതിരെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിൻ്റെ കേസ് നിലവിലുണ്ട്. ആ കേസ് വന്നപ്പോഴെല്ലാം വേടന് ചില കോണുകളിൽ നിന്ന് അനാവശ്യമായ പിന്തുണ വേടന് ലഭിച്ചിരുന്നു. അനാവശ്യമായ പിന്തുണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേടൻ പറഞ്ഞത് ഈ കേസുകൾ തനിക്ക് സഹായകരമായി തൻ്റെ പബ്ലിസിറ്റി പല മടങ്ങ് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, ആ കേസുകൾ കൊണ്ട് ഉണ്ടായ ഗുണം എന്നെല്ലാം പറഞ്ഞ് അതിനെ പോലും ന്യായീകരിക്കുന്ന നിലയിലേക്ക് വേടൻ മാറിയിരുന്നു. വേടനെ ഒരു ഇരയുടെ പരിവേഷം നൽകിക്കൊണ്ട് ആ കേന്ദ്രങ്ങൾ തുടർച്ചയായി വേടനെ ആഘോഷിക്കുകയും വേടൻ ആഘോഷിക്കപ്പെടുകയും വേടൻ തന്നെ അതിനെ ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റുകയും എല്ലാം ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ വേടന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും വേടന്റെ സ്വകാര്യ ജീവിതത്തിലെ പല തരത്തിലുള്ള ഞാൻ ജിജീഷിലേക്ക് വരാം. ഇപ്പോൾ കേസരി മുഖ്യ പത്രാധിപർ NR മധു ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ NR മധു, മുൻപൊരിക്കൽ അങ്ങ് വേടൻ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയ ആളാണ്. പുതിയ കേസ് വരുമ്പോൾ എന്താണ് പ്രതികരണം? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണല്ലോ ഈ ബലാത്സംഗ വീരന്മാരെ ഗ്ലോറിഫൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഗോവിന്ദച്ചാമിയുടെ സർക്കാരായി മാറിയല്ലോ കേരളത്തിലെ ഗവൺമെന്റ്. ഇല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു ബലാത്സംഗ വീരന് ഇത്രയും ഈസി ആയിട്ട് പുറത്തു വരാൻ പറ്റില്ലല്ലോ. വേടനെ സംബന്ധിച്ച് വേടനെ ഈ സർക്കാർ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കെല്ലാം അറിയുന്നതാണ് ഇയാളുടെ ചരിത്രം.
ഇയാൾ മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്നു എന്നുള്ളതും മയക്കുമരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല അവരുടെ കൈവശം ഉണ്ടായിരുന്ന മയക്കുമരുന്നിന്റെ അളവ് കുറഞ്ഞു പോയി എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അപ്പം എത്ര അളവ് വരെയാണ് സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഈ സർക്കാരിന്റെ പോളിസി അനുസരിച്ച്. ഇയാളെ സംബന്ധിച്ച് പല സ്ത്രീകളും ഈ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ അയാളെ ഇവിടെ ഒരു ബ്രാൻഡ് അംബാസഡറായി അവതരിപ്പിച്ചു. അപ്പൊ ഇതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അനാർക്കി ഉണ്ടാക്കാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അരാജകത്വത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം മയക്കുമരുന്ന്, ബലാത്സംഗം, സ്ത്രീ പീഡനം ഇതിന്റെയൊക്കെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഈ വേടൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൂടെയാണ് അന്ന് ഞാനിത് പ്രതികരിക്കുന്നത്. അപ്പൊ അയാളെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഇടതുപക്ഷ സർക്കാരും അതുപോലെ ജിഹാദി സംഘടനകളും ഒക്കെയാണ് ഇയാളുടെ പിന്നിലുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അതെന്തിനാണ് കേരളത്തിലെ സാമൂഹിക അവസ്ഥ പരിതാപകരമാക്കുക, അരാജകത്വം ഉണ്ടാക്കുക, ആ അരാജകത്വത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ഏതു വിധേനയും ഭരണത്തിൽ കടിച്ചു തൂങ്ങുക, ഇതാണ്. അപ്പൊ ഇതൊരു ഗോവിന്ദച്ചാമി സർക്കാരാണ്. ആ ഗോവിന്ദച്ചാമി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേടന്മാരൊക്കെ അവരുടെ ബ്രാൻഡ് അംബാസഡർ ആവും. നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഇയാളെ സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് അവതരിപ്പിക്കുകയാണ്. നാട്ടിലുള്ള അരാജക സംഘടനകൾക്ക് ഇയാൾക്ക് പുരസ്കാരം കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഇടതുപക്ഷ സാംസ്കാരിക സംഘടന ബലാത്സംഗ വീരൻ എന്നുള്ള ഒരു പുരസ്കാരം കൊടുത്താൽ അതിശയമൊന്നുമില്ല. നിരവധി പുരസ്കാരങ്ങൾ ഇപ്പോൾ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനുള്ളൂ. ശ്രീ മധു, അതായത് ഇപ്പോൾ ആരാധികയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തു. പക്ഷേ ഇനിയുള്ള നീക്കങ്ങളിൽ പൂർണ്ണമായും ശരിയുടെ പക്ഷം തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വേടൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അയാളുടെ പിന്നില് നമ്മൾ കാണാത്ത ചരടുകളും ശക്തിയുണ്ട്. കാരണം ഞാൻ അയാളുടെ പാട്ടിനെ അല്ല എതിർക്കുന്നത്, പാട്ടിന്റെ പിന്നിലുള്ള സാഹിത്യത്തെയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTTയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പാട്ടാണ് അയാൾ പാടുന്നത്. കോൺഗ്രസ് അടക്കം അയാളെ പിന്തുണയ്ക്കുകയാണ്. നമ്മൾ ആ പാട്ടിന്റെ സാഹിത്യം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ബുദ്ധിസം എന്ന് പറയുന്ന സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും അഹിംസയുടെയും സിദ്ധാന്തമായ ബുദ്ധിസത്തിന്റെ ആ പരമാചാരനായ ബുദ്ധനെ അവഹേളിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഭാരതത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ പാട്ടിലൂടെ നടത്തുന്നത്. നമ്മുടെ അഖണ്ഡതയെ വെല്ലുവിളിക്കുകയാണ്. അതുപോലെ നിരവധി സാഹിത്യത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അരാജകത്വത്തിന്റെ സന്ദേശമാണ് ആ സാഹിത്യം പ്രദാനം ചെയ്യുന്നത്. അത്തരമുള്ള ഒരു ആളിനെ ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വവൽക്കരിക്കുക, ഭരണകൂടം മഹത്വവൽക്കരിക്കുക, അത് ഭാരതത്തിലെ സർക്കാരിനെ അല്ല നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കാൻ വേണ്ടി ഏത് മരപ്പട്ടിയെയും പിന്തുണയ്ക്കുക, ഏത് ഈനാമ്പേച്ചിയെയും പിന്തുണയ്ക്കുക എന്ന സ്ഥിതിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ അവാർഡുകളൊക്കെ കൊടുത്തവര് ചിന്തിക്കണം. കോൺഗ്രസ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ച LTTയെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പാട്ട് പാടുകയാണ് അയാൾ. ആ പാട്ട് നമ്മുടെ സർവകലാശാലയെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ആ പാട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വധിച്ച ആ LTTയെ ഉദാത്തവൽക്കരിക്കുന്ന മഹത്വവൽക്കരിക്കുന്ന പാട്ട് നമ്മുടെ സർവകലാശാലയെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. എത്ര ഭീകരമായ അവസ്ഥയാണ് നമ്മൾ നോക്കൂ. കുട്ടികളുടെ മുന്നിൽ മാതൃകയാവേണ്ടത് ഈ ബലാത്സംഗ വീരനാണോ? അയാളുടെ ആരാധികമാർ ഇനി ഓരോരുത്തരായിട്ട് പുറത്തു വരും. അന്നേ നമുക്കെല്ലാം അറിയുന്നതാണ് ഇയാളെ സംബന്ധിച്ചുള്ള ഇയാൾ മയക്കുമരുന്നിന്റെ അടിമയാണ്, മയക്കുമരുന്ന് കൈവശം വെച്ചിരുന്നു, ഇയാൾക്ക് സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നമുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളം എന്നാണല്ലോ പറയുന്നത്, സാംസ്കാരിക കേരളം ഇത്തരം ഒരു അരാജകവാദിയെ പ്രൊജക്ട് ചെയ്യുമ്പോൾ, സർക്കാർ പ്രൊജക്ട് ചെയ്യുമ്പോൾ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുക, എന്ത് സന്ദേശമാണ് ഇവിടുത്തെ തലമുറയ്ക്ക് കൈമാറുന്നത്? ഏത് തരത്തിലും കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തെ ജീർണിപ്പിക്കണം. ആ ജീർണതയിൽ നിന്നും വളം കണ്ടെത്തുക എന്നുള്ളത് കമ്മ്യൂണിസം എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും അവലംബിച്ച ശൈലിയാണ്. നമ്മുടെ കേരളം അങ്ങനെ അധപ്പതനത്തിന്റെ നെല്ലിപ്പലകയിലേക്ക് പോവുകയാണ്. അതിൽ വേടന്റെ സംഭാവന നിർവഹിക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇനിയും ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ മുന്നോട്ട് പോകും. നന്ദി ശ്രീ NR മധു പ്രതികരിച്ചതിന്. ഗായകൻ വേടനെതിരെ ബലാത്സംഗ കേസ് എടുത്തിരിക്കുന്നു. കോട്ടയം സ്വദേശിനിയായ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധയിടങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് ആരാധികയായ യുവ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. പ്രതികരിക്കുകയായിരുന്നു KP ശശികല ടീച്ചറും കേസരി മുഖ്യപത്രാധിപർ NR മധുവും.
വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ചെലവായി എന്നതാണ് ചോദ്യം. ഇപ്പോൾ നിർമ്മിക്കുന്ന വീടിന് 30 ലക്ഷം രൂപ മുടക്കി എന്നത് കള്ളക്കണക്കാണെന്നാണ് പ്രധാന ആക്ഷേപം. കുറഞ്ഞ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, വലിയൊരു ദുരന്തം. ഇന്നലെ ഒരാണ്ട് പൂർത്തിയാകുമ്പോഴും ആ പാവങ്ങളുടെ കണ്ണീര്, അവരുടെ വേദനയുടെ ആഴം ഒക്കെ നമ്മൾ നേരിൽ കണ്ടതാണ്. അർജുനൊക്കെ അവിടെ ഉണ്ടായിരുന്നവരാണല്ലോ. അത്രമാത്രം വേദനയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആ പാവങ്ങളെ പുനരധിവസിപ്പിക്കാതെ, വാടക വീടുകളിലേക്ക് മാറ്റിയിട്ട് വാടക പോലും നൽകാതെ കഷ്ടപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജനിച്ചു പോയില്ലേ, മണ്ണുവാരി തിന്നാൻ പറ്റൂ, ജീവിക്കണ്ടേ എന്നൊക്കെയാണ് ആ പാവങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് വെച്ച് നൽകുന്ന വീടിൽ അഴിമതിയെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിൽ എന്താണ്? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ പുനരധിവാസം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. വീടിന്, അതായത് എൽസൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത് നടത്തുന്ന വീട് നിർമ്മിക്കുന്നതിന് ഒരു വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതിന് വരുന്നത് 30 ലക്ഷം രൂപയാണ്. എങ്ങനെയാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ വരിക എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സാധാരണ ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ എടുക്കുന്നത് 1500 രൂപ വെച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ തലത്തിൽ അത് വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 3000 വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രദേശവാസികളൊക്കെ ചോദിക്കുന്നത്. വലിയ നിയമക്കുരുക്കുകളൊക്കെ കഴിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പണി തുടങ്ങി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും 1 വർഷമായി, അതായത് ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 1 വർഷമായിട്ടും തറ കിട്ടിയതല്ലാതെ മറ്റു പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ആ ഇടയ്ക്കാണ് ആളുകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നത്. അതായത് 30 ഒരു സ്ക്വയർ ഫീറ്റ്, അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ എങ്ങനെയാകുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. ആ വീട് നമ്മൾ പോയി കണ്ടതാണ്. അത്തരത്തിൽ വലിയ ഫെസിലിറ്റി ഒന്നും ഉള്ള വീടല്ല, സാധാ രീതിയിലുള്ള ഒരു വീട് തന്നെയാണ്. ആ വീടിന് എങ്ങനെ ഇത്ര രൂപ വരുമെന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് വളരെ വില കുറഞ്ഞിട്ടുള്ള ടൈലുകളാണ്. അത് പെട്ടെന്ന് നശിച്ചു പോകാൻ തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം ഉയരുന്നത്. മാത്രമല്ല മുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 1 വർഷം 1.5 വർഷം കൊണ്ട് തന്നെ അതിന് മുകളിൽ ചോർച്ച ഉണ്ടാകുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എന്നുള്ളതടക്കമുള്ള ഇവിടെയുള്ള പ്രദേശവാസികൾ അടക്കം പറയുന്നത്. 410 വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആ 410 വീട് ഒരുങ്ങുമ്പോൾ ഒരു വീടിന് 30 ലക്ഷം വെച്ച 410 വീടുകളാകുമ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ലാഭം ആ സർക്കാരിന് ഇതിൽ നിന്നൂടെ കൊയ്യാൻ കഴിയും. സർക്കാരിൻ്റെ കയ്യിലേക്ക് പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു പണിയാണ് ഇത് എന്നുള്ളത് കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമായി ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ പല വാർത്തകളും ഇത് സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ പുനരധിവാസം സംബന്ധിച്ചും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പുന്നപ്പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട കോടികൾ ആ സർക്കാർ ചെലവഴിച്ചെങ്കിലും എവിടെയും ഈ പുന്നപ്പുഴ സംരക്ഷിക്കുന്ന നിലപാട് നമ്മൾ കണ്ടിരുന്നില്ല. ഈ പുന്നപ്പുഴയുടെ ആ സൈഡിലേക്ക് എടുത്തു മാറ്റിയ മണ്ണ് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നു. ചെളിയും കല്ലും നിറഞ്ഞ് അവിടെ നിൽക്കുന്നു. അത് മറ്റൊരു മഴ പെയ്യുമ്പോൾ വീണ്ടും കുത്തിയൊലിച്ച് ഈ പുഴയിലേക്ക് തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബെയിലി പാലത്തിന് ഒരു ബലം നൽകുവാൻ വേണ്ടി അതിൻ്റെ താഴെ കുറച്ച് കല്ലുകൾ ഇട്ടുകൊണ്ട് അതിലും അഴിമതി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു വീടുകൾക്കും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. ഈ 30 ലക്ഷം എന്ന് പറഞ്ഞ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയാൽ പിന്നീട് അത് 20 ലക്ഷമാണെന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ ഇവിടെ 20 ലക്ഷമാണ് ഞങ്ങൾ മുടക്കുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ മന്ത്രിക്ക് അത് തിരുത്തേണ്ടി വന്നു. മന്ത്രി തന്നെ പിന്നീട് പറഞ്ഞു 30 ലക്ഷം രൂപ തന്നെയാണ്, 20 ലക്ഷമല്ല, 30 ലക്ഷം തന്നെ മുടക്കിയാണ് വീട് പണിയതെന്ന് വന്നു. പക്ഷേ ഇതിന് കൃത്യമായി അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ 30 ലക്ഷം വരിക എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങനെയായാലും 1500 രൂപ, 2000 അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ 3000 രൂപ എന്നുള്ള കണക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് സർക്കാർ കൃത്യമായി പറയേണ്ടതുണ്ട്. ഇതിൽ സ്പോൺസർമാരുണ്ടാകാം. അതായത് ഈ പാവങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ എത്രയോ പേർ സഹായിച്ചിരിക്കുന്നു ഇതിനകം. ആ പണം പോലും ചെലവഴിച്ചിട്ടില്ല എന്ന ആരോപണമുണ്ട്. 700 കോടിയിലേറെ രൂപ ഇവിടുത്തെ സാധാരണക്കാർ നൽകിയ പണം എവിടെ എന്ന് പ്രതിപക്ഷം, BJP ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് 1000 ചതുരശ്ര അടി വീടിന്
30 ലക്ഷം രൂപ എന്ന നിരക്ക് പുറത്തു വരുന്നത്? അർജുൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക്, അപ്പോൾ അർജുൻ പറഞ്ഞു വന്നത് സർക്കാർ ലാഭമുണ്ടാക്കുന്നു എന്ന സംശയം, ആക്ഷേപമാണ് വരുന്നതെന്ന്. പക്ഷേ സർക്കാർ എന്തിനാണ് ലാഭമുണ്ടാക്കുന്നത്? ഇത് വ്യക്തികളിലേക്ക്, രാഷ്ട്രീയക്കാരിലേക്ക്, ഇതിന് പിന്നിൽ നിൽക്കുന്നവരിലേക്ക് പോകുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ സജീവമാകുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രധാനമായുള്ള ഒരു വസ്തുത, ഈ ഒരു ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ, അതായത് ഈ സ്പോൺസർഷിപ്പ് വരുന്ന ഫണ്ട് തികഞ്ഞില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളിൽ നിന്നും എടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടാകുന്നു, സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പ് സഹായിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെയുള്ള ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉയരുന്നത്. അതായത് ഈ വീടിന് എങ്ങനെ ഇത്ര രൂപ വരും, ഇത്ര ലക്ഷം രൂപ എങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. ആ ഒരു കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു 1000 ചതുശ്ര വീട് എന്ന് പറയുന്നത് ഒരു 20 ലക്ഷം 22 ലക്ഷം രൂപയ്ക്കൊക്കെ തീർക്കാൻ കഴിയുന്ന വീടുകളാണ് ഇത്തരത്തിൽ 30 ലക്ഷം രൂപയ്ക്കൊക്കെ വരുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഈ വീട് 30 ലക്ഷം രൂപ ആയിക്കോട്ടെ, അതിൽ പണിയുന്ന വീടിന് അത്തരത്തിലുള്ള ഉറപ്പ് വരേണ്ടതുണ്ട്. മാതൃകാ വീട് മാത്രമാണ് ഇപ്പോൾ പണിതിട്ടുള്ളത്. ആ മാതൃകാ വീട് തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ പണി ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാം. കാരണം അതിൻ്റെ മേൽക്കൂര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് ചെരിഞ്ഞ് വാർത്തിരിക്കുന്ന മുൻവശത്തുള്ള മേൽക്കൂര എത്രയും വേഗം, അതായത് 1.5 വർഷങ്ങൾ കൊണ്ട് തന്നെ അത് ലീക്കാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതിൻ്റെ ചോർച്ച വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ആ ചെറിയ ടൈലുകൾ, വില കുറഞ്ഞ ടൈലുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലാൻഡിൻ്റെ കൂടെ തുക സർക്കാർ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. തങ്ങൾ നാളുകളായി ഇത്തരത്തിൽ വീടുകളില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ സർക്കാർ 30 ലക്ഷം രൂപ എന്ന് പറയുന്ന രീതിയിൽ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിമറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം, അഴിമതി ആരോപണം ഉയരുകയാണ്. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ ചെലവ് എങ്ങനെയായി എന്ന ചോദ്യം, ടൈലുകൾ ഏറെ വില കുറഞ്ഞതാണെന്ന ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വാർത്തയായി ഇത് മാറുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വീട് നിർമ്മിക്കുന്നതിൽ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നു. 1000 ചതുരശ്രയടി വീടിന് 30 ലക്ഷം രൂപ എങ്ങനെ ചെലവായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. വിവരങ്ങൾ നൽകി വന്നത് അർജുൻ PS ആണ്. ഇപ്പോൾ ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാജിമോൻ ഒപ്പം ചേരുന്നുണ്ട്. ഷാജിമോൻ, എന്താണ് നിങ്ങളുടെ ആരോപണം, ആക്ഷേപം, പരാതി? അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡിസൈനാണ് ആ വീടിന്റെ. ഇത് ഞങ്ങൾ മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞങ്ങൾ ജില്ലാ കളക്ടറോട് കൃത്യമായിട്ട് സംസാരിച്ചതാണ്. മുൻപില് ആ ട്രസ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാം, അതിന്റെ ആ വീടിന്റെ ട്രസ് വർക്ക് ചെയ്തത്. അത് വയനാട്ടിലെ കാലാവസ്ഥയിൽ ആ വെള്ളം അതിലെ വന്ന അപ്പുറത്തുള്ള ഇടതുവശത്തുള്ള കിടപ്പുമുറി എല്ലാ കാലവും നനഞ്ഞുകൊണ്ട് അതിന്റെ ഒരു നനവ് ആ ചുമരിൽ എപ്പോഴും ഉണ്ടാവും. ആ വീട് ദുർബലമാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ഒരു സൺഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഫ്രണ്ടില്, പിന്നെ സൺഷെയ്ഡ് എത്ര ഇത്ര ഉത്തരവാദിത്തമല്ല. എനിക്ക് ആ വാക്കുകൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ നോക്കുക, ഒരു പരിഹസിക്കുന്ന രീതിയിലാണ്. അവിടെ വന്ന് കുറച്ച് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പറയുന്ന വീഡിയോ ഒക്കെ കൈരളി ചാനലിൽ പരക്കുന്നുണ്ട്. എനിക്കറിയാം അത് കൃത്യമായിട്ട് അവര് അവിടെ കൊണ്ടു നിർത്തി പറയിപ്പിച്ച ആളുകളാണ്. അവിടുത്തെ CPM പാർട്ടി, ആ ചൂരൽമലയിലെ CPM കുടുംബങ്ങളിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയിട്ടാണ് അവരോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. അത് മാത്രമല്ല, കുറച്ച് ആളുകളൊക്കെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് എങ്ങനെയെങ്കിലും കയറി കൂടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു കുടിൽ വെച്ച് കൊടുത്താൽ പോലും അവർക്ക് സന്തോഷമാണ്. പക്ഷെ ഇത്രയും പണം ഉണ്ടാക്കി 30 ലക്ഷം രൂപ എന്നാണ് മന്ത്രി രാജൻ കൃത്യമായിട്ട് പറഞ്ഞത്. 20 ലക്ഷം രൂപ എന്നുള്ളത് സ്പോൺസർമാർക്ക് ഞങ്ങൾ 10 ലക്ഷം രൂപ കുറച്ചു കൊടുത്തതാണ്. അത് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ്. 30 ലക്ഷം രൂപയുടെ വീട് തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്.
അവിടെ ഒരു തരത്തിലും എന്നെ ഇന്നലെ പല ആളുകളും വളരെ വിഷമത്തോടു കൂടി രാത്രി എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒന്നും പറയാതെ തിരിച്ചു വന്നെന്ന്. അവിടെ ആകെ സന്തോഷം പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ഒരു വീടുകളിൽ കഴിഞ്ഞിട്ടില്ലാത്ത പാടികളിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് അവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് വളരെ സന്തോഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലോട്ടറി തന്നെയാണ്, സന്തോഷമാണ്. പക്ഷെ ഈ ഒരു നിങ്ങൾ ആലോചിച്ച് ഇത് ശരിയാണ്, ഇവർക്ക് ആളുകൾ ദാനമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ ദാനമായിട്ട് കൊടുക്കുന്നതാണെങ്കിലും നമ്മളുടെ അടക്കം നികുതി പണത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് ഊരാളുകളിന് പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് അതിന്റെ നിങ്ങൾ തന്നെ ആ വീട് പറയൂ. ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു 1800-2000 രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റിനുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള വീട് പണിത് കൊടുക്കാം. സ്കിൻ ഡോർ ആണ് ഫ്രണ്ടിൽ കയറി പോകുന്നതിന് സ്കിൻ ഡോർ ആണ് വെച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, സ്കിൻ ഡോറാ. ഈ 30 ലക്ഷം രൂപയ്ക്ക് അത്ര അത് 2x2 ടൈല് നിങ്ങൾ കണ്ടോ? 2x2 ടൈലാണത്. ഇന്നൊക്കെ 4x2 കുറഞ്ഞത് 4x2 ടൈലെങ്കിലും ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതല്ല, ഇതന്നെ വലിയ കാര്യമല്ല എന്ന് പറയാൻ ഇത് ഔദാര്യമല്ല. ഇത് കേരളത്തിലെ സന്മനസ്സുള്ള മാലോകരായിട്ടുള്ള കോടിക്കണക്കിന് മലയാളികൾ കൊടുത്ത പണം 772 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിട്ടിട്ടുണ്ട്. അതുപോട്ടെ, കഴിഞ്ഞ മെയ് 18-ാം തീയതി ഇവരുടെ പത്രക്കുറിപ്പ്, വയനാട് ജില്ലാ കളക്ടറുടെ പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നു, സാസ്കി ഫണ്ട് അതിതീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സാസ്കി ഫണ്ട് പ്രകാരം 378 കോടി രൂപ അനുവദിച്ചു. അതിൽ 111.62 കോടി രൂപ വീടുകൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പൊ 402 വീടിന്റെ ലിസ്റ്റാണ് വന്നത്. ഇപ്പൊ 48 വീടടക്കം 450 വീട് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വീടിന് 25 ലക്ഷം രൂപ വീതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അവിടുത്തെ പിന്നെ റോഡ് അനുബന്ധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 87 കോടി രൂപ കൂടി ഈ സാസ്കി ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. 13 കോടി രൂപ അവിടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാസ്കി ഫണ്ടിൽ നിന്ന് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ 15 അവിടെയുള്ള വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഈ ടൗൺഷിപ്പിൽ റോഡ് നിർമ്മിക്കാൻ മൊത്തം റോഡിന്റെ നീളം വരുന്നത് 15 കിലോമീറ്റർ ആണ്. ഈ 15 കിലോമീറ്ററിന് 87 കോടി രൂപ വേണോ? 87 കോടി രൂപ എന്നുള്ളത് അവിടുത്തെ അനുബന്ധ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കാര്യങ്ങൾക്കും കൂടിയാണ്. ഇത് കേന്ദ്രം തന്നെ ഇത്രയും പൈസ കൊടുക്കുന്നു. അതിന് പുറമെയാണ് സ്പോൺസർമാര് ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എത്ര വീടുകൾ കിട്ടിയിട്ടുണ്ട്, എത്ര വീടുകളുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. ഈ വയനാട്ടുകാരുടെ അവസ്ഥ അറിയുന്നവരാണ് കേരളത്തിലെ മുഴുവൻ പേരും, മുഴുവൻ മലയാളികൾക്കും അറിയാം. അപ്പോൾ അവർ കൈയയച്ച് സഹായിച്ചിട്ടുണ്ടാകും, അക്കാര്യത്തിൽ സംശയമില്ല. വേറെ 700 കോടിയിലേറെ രൂപ സാധാരണക്കാരുടേതായി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് വയനാട് പുനരധിവാസത്തിന്. ആ പണമൊന്നും ചെലവഴിച്ചിട്ടുമില്ല. ഇതൊക്കെ എവിടെ പോകുന്നു എന്നാണ്. അല്ല, ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നിങ്ങൾ ആലോചിക്കൂ, 185 കോടി രൂപയാണ് പുന്നപ്പുഴ നവീകരണം. ഇതൊക്കെ എനിക്ക് 49 വയസ്സായി. ഞാൻ ആ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഈ പുന്നപ്പുഴ എന്ന് പറയുമ്പോൾ അതിന്റെ മണ്ണ് വാരി ഇരു കരകളിലേക്ക് കല്ലൊക്കെ ഒതുക്കുന്നതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് 185 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഒരു ടെൻഡർ നടപടികളില്ല. അത്തരം ഒരു ഓപ്ഷനും ഇല്ലാതെ ഇവർക്ക് ഏറ്റവും താല്പര്യം ഉള്ളവർ. ഇനി ഒരു കാര്യം പറയട്ടെ, മറ്റൊരു ടീം വരികയാണ്. ഇപ്പൊ UDF അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇനിയിപ്പോ സുൽഫിക്കർ ആൻഡ് കമ്പനിക്കോ അങ്ങനെയുള്ള ആർക്കെങ്കിലും കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവര് അടങ്ങിയിരിക്കുമോ? ശരി. അപ്പോ നിങ്ങളുടെ വാക്കുകളിൽ ആരോപണത്തിന്റെ കടുപ്പം വ്യക്തമാകുന്നുണ്ട്. ഇതിന് പിന്നിൽ അഴിമതിയോ, ഇത് കള്ളക്കണക്കോ? ചോദ്യങ്ങൾ പലതാണ്. ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാജിമോനാണ് പ്രതികരിച്ചത്. വീണ്ടും ഇടവേള. ഇടവേളയിലേക്ക് പോകും മുമ്പ്, ഇന്ന് ഉദ്ധം സിംഗ് ബലിദാന ദിവസമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മ. ജാലിയൻ വാലാബാഗിൽ നിരായുധരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളം കൂട്ടക്കൊലയ്ക്കിരയാക്കിയപ്പോൾ ആ ക്രൂരതയ്ക്ക് സാക്ഷിയായ ബാലൻ ആണ് ഉദ്ധം സിംഗ്. മനസ്സിൽ പ്രതിഷേധാഗ്നിയുമായി 21 വർഷക്കാലം കാത്തിരുന്ന സമരഭടൻ. ശത്രുരാജ്യത്ത് സധൈര്യം കടന്നു ചെന്ന് ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷുകാരനായ ജനറൽ മൈക്കിൾ ഒ ഡയറിന് നേരെ നിറയൊഴിച്ച ഭാരതത്തിൻ്റെ വീരപുത്രൻ ഉദ്ധം സിംഗ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം. ഇന്ന് ഉദ്ധം സിംഗ് ബലിദാന ദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഓർമ്മ. ഭാരതത്തിന്റെ ധീരപുത്രൻ ഉദ്ധം സിംഗ്.
1899 ഡിസംബർ 26 പഞ്ചാബിലെ സംഗ്രൂർ ജില്ലയിലെ സുനാം എന്ന പട്ടണത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ഉദ്ധം സിംഗിന്റെ ജനനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷേർ സിംഗ് എന്നായിരുന്നു. റെയിൽവേയിലെ വാച്ച്മാനായിരുന്ന തഹാൽ സിംഗ് ആയിരുന്നു ഉദ്ധം സിംഗിന്റെ അച്ഛൻ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ മരണപ്പെട്ടു. മുക്ത സിംഗ് എന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ഉദ്ധം സിംഗിന്. ഇവരുടെ കുടുംബം അമൃത്സറിലേക്ക് താമസം മാറ്റി. പിന്നീട് അച്ഛനും മരണപ്പെട്ടു. കുട്ടിക്കാലത്ത് തന്നെ ഉദ്ധം സിംഗും സഹോദരനും അനാഥരായി. പിന്നീട് അവരുടെ ജീവിതം അമൃത്സറിലെ സെൻട്രൽ കൽസ അനാഥാലയത്തിലായിരുന്നു. അനാഥാലയത്തിൽ വെച്ച് സിഖ് മതാചാരപ്രകാരം പുതിയ പേര് നൽകുകയുണ്ടായി. അങ്ങനെ ഷേർ സിംഗ് ഉദ്ധം സിംഗും മുക്ത സിംഗ് സാധു സിംഗുമായി. 1917 ഉദ്ധം സിംഗിനെ തനിച്ചാക്കി സാധു സിംഗും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഉദ്ധം സിംഗിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഭഗത് സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിപ്ലവ സംഘവും ആശയങ്ങളും ഉദ്ധം സിംഗിനെ സ്വാധീനിച്ചു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായവൻ. അവിടെ അന്ന് നടന്ന പ്രതിഷേധക്കാർക്കിടയിൽ കുടിവെള്ള വിതരണം നടത്തി ഉദ്ധം സിംഗും കൂട്ടുകാരും അവർക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ക്രൂരത അവിടെ അരങ്ങേറുകയായിരുന്നു. ജനറൽ മൈക്കിൾ ഒ ഡയർ തന്റെ 150 സായുധ സേനകളോടൊപ്പം അവിടെ എത്തുകയും യന്ത്രത്തോക്കുകൾ കൊണ്ട് നിരായുധരായ മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ പഞ്ചാബിലെ ജനറലായിരുന്ന മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. ഒട്ടേറെ പേർക്ക് പരിക്കുപറ്റി. ഈ സംഭവത്തിൽ ഉദ്ധം സിംഗിന്റെ സുഹൃത്തും മരിച്ചു. ആ നടുക്കുന്ന സംഭവം ഉദ്ധം സിംഗിൽ പ്രതികാരാഗ്നി ഉണർത്തി. ആ മനുഷ്യക്കുരുതിക്ക് ഒരു നാൾ പ്രതികാരം ചെയ്യുമെന്ന് ആ ബാലൻ അവിടെ വച്ച് അന്നു തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഉദ്ധം സിംഗിന്റെ ജീവിത വഴികളിൽ പ്രതികാര ജ്വാല തീർത്ത ഈ സംഭവത്തിനു ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമാർഗങ്ങളിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. തന്റെ മനസ്സിന്റെ ഉള്ളിൽ ജനറൽ ഡയറിനോടുള്ള വിദ്വേഷം കെടാതെ സൂക്ഷിച്ചു. 1927 ഓഗസ്റ്റിൽ ലൈസൻസ് ഇല്ലാത്ത ആയുധം കൈവശം വെച്ചതിന് ഉദ്ധം സിംഗ് അറസ്റ്റിലാകുകയും 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം പുറത്തിറങ്ങിയ ഉദ്ധം സിംഗിന് പിറകെ എപ്പോഴും രഹസ്യാന്വേഷണ വിഭാഗമുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ നിന്നാൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് കണ്ട ഉദ്ധം സിംഗ് ഇന്ത്യ വിട്ട് 1933 ഇംഗ്ലണ്ടിലേക്ക് കടന്നു. പിടിക്കപ്പെടാതിരിക്കാൻ പല പേരുകൾ മാറ്റിയാണ് തന്ത്രങ്ങൾ മെനഞ്ഞത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ വേട്ടയാടിയിരുന്നു. അന്നത്തെ കൂട്ടക്കൊലയ്ക്ക് മുഖ്യ ഉത്തരവാദിയായിരുന്ന അന്നത്തെ പഞ്ചാബ് ഗവർണറായിരുന്ന ജനറൽ ഡയറായിരുന്നു ഉദ്ധം സിംഗിന്റെ ലക്ഷ്യം. 1940 മാർച്ച് 13 ലണ്ടനിലെ കാസ്റ്റൺ ഹാളിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും സെൻട്രൽ റോയൽ സൊസൈറ്റിയും ചേർന്ന് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ ജനറൽ മൈക്കിൾ ഒ ഡയറും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് ഡയർ എത്തിയത്. ഉദ്ധം സിംഗ് അവിടെ എത്തുകയും തന്റെ കയ്യിൽ കരുതിയിരുന്ന പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന റിവോൾവർ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ എഴുന്നേറ്റ ഡയറിന് സമീപം നേർക്കുനേർ എത്തി വെടിയുതിർക്കുകയും ചെയ്തു. വെടിയേറ്റ മൈക്കിൾ ഒ ഡയർ ഉദ്ധം സിംഗിന് മുൻപിൽ നിലം പതിച്ചു. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന് കാരണക്കാരനായവന്റെ മരണം ഉദ്ധം സിംഗ് കണ്ടുനിന്നു. യോഗം അലങ്കോലമായി. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടായിരുന്നെങ്കിലും ധീരനായ ഉദ്ധം സിംഗ് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊലപാതക കുറ്റത്തിന് 1940 ജൂൺ 4 ഓൾഡ് ബെയിലിലെ സെൻട്രൽ ക്രിമിനൽ വിചാരണ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി പേര് ചോദിച്ചു. തന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഒന്നാണെന്നും തന്റെ പോരാട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയാണെന്നും നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡയറിനെ കൊന്നത് ന്യായയുക്തമാണ്. അദ്ദേഹം അത് അർഹിക്കുന്നു. ഞാൻ എന്റെ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. മരണത്തെ എനിക്ക് ഭയമില്ല. വയസ്സാകുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. ചെറുപ്പത്തിൽ തന്നെ മരണത്തെ വരിക്കണം. എനിക്കതിൽ തെല്ലും ഭയമില്ല. 1940 ജൂലൈ 31 ലണ്ടനിലെ പെന്റൺ വില്ല ജയിലിൽ വെച്ച് ഭാരതത്തിന്റെ ആ ധീരപുത്രനെ തൂക്കിലേറ്റി. ഉദ്ധം സിംഗിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. മലേഗാവ് സ്ഫോടന കേസിൽ പ്രത്യേക NIA കോടതി വിധി ഇന്ന്. സ്ഫോടനം നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ വിചാരണ പൂർത്തിയായിരുന്നു. സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് തുടങ്ങി കേസിൽ പ്രതിചേർക്കപ്പെട്ടവർക്ക് ഇന്നത്തെ ദിനം നിർണായകമാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, വലിയ വിവാദമുണ്ടാക്കിയ ഒരു സ്ഫോടന കേസാണത്.
പക്ഷേ ശരിയുടെ പക്ഷം എന്തെന്ന് ഇന്നറിയാനാകും. വിവരങ്ങൾ കൃഷ്ണരാജ്, തീർച്ചയായിട്ടും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസാണ്. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി മലേഗാവ് സ്ഫോടന കേസിൽ പ്രത്യേക NIA കോടതി വിധി ഇന്നറിയാം. സ്ഫോടനം നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. നന്ദഗോപൻ, തുടരാം. കൃഷ്ണരാജ്, 2008 സെപ്റ്റംബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ, അതായത് നാസിക് ജില്ലയിലെ മലേഗാവിലുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഒരു മോട്ടോർ സൈക്കിളിൽ അവിടെ IED സ്ഫോടനം നടത്തി എന്നുള്ളതാണ് കേസ്. 6 പേർ കൊല്ലപ്പെടുകയും അതേപോലെ തന്നെ 101 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് NCP സഖ്യമായിരുന്നു സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും തലയിൽ വെച്ച് കെട്ടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. ആദ്യം മഹാരാഷ്ട്ര പോലീസ് ഈ കേസ് അന്വേഷിച്ചു, പിന്നീട് ATSന് കൈമാറുകയും അത് പിന്നീട് NIA ഏറ്റെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. NIA വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് ചാർജ് ചെയ്തു. ആംസ് ആക്ട് അടക്കമുള്ളവ, അതേപോലെ തന്നെ UAPA അടക്കമുള്ളവ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ കേസ് ചുമത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 17 വർഷമായി വിചാരണ നടക്കുകയാണ്. ഈ വിചാരണയിലാണ് ഇന്നിപ്പോൾ വിധി പറയുന്നത്. ഇതിൽ പ്രമുഖരായിട്ടുള്ളവരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സന്യാസിനിയായിട്ടുള്ള പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, അവർ BJPയുടെ ഭോപ്പാൽ മുൻ MP ആയിരുന്നു. അവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഈ IED സ്ഫോടനം നടത്തിയ ഈ ബൈക്ക് ഇവരുടെയാണ് എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഈ പോലീസ് ആദ്യം ഇവർക്കെതിരെ കേസ് കൊടുത്തത്. അന്ന് മിലിറ്ററി സർവീസിലുണ്ടായിരുന്ന കേണൽ ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹവും ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. അതേപോലെ തന്നെ സ്വാമി ദയാനന്ദ പാണ്ഡെ, അതേപോലെ തന്നെ സുധാകർ ദിവേ സാംജെ, അതേപോലെ തന്നെ അജയ് റാഹിർ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിൽ മനഃപൂർവ്വം ഈ ഒരു കേസ് അല്ലെങ്കിൽ രാജ്യത്ത് മതസംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറ്റ് ശക്തികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഉന്നത നേതാക്കന്മാരെ അടക്കം കേസിൽ പ്രതി ചേർക്കുവാൻ വേണ്ടി സർക്കാർ, കോൺഗ്രസ് NCP സർക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലം കൂടിയാണ് ഈ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കം ഈ കേസിൽ പ്രതിയായത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 17 വർഷമായി NIAയുടെ പ്രത്യേക കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ വിധി പറഞ്ഞേക്കും. ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് ഈ കേസിലെ പ്രതികളെ സംബന്ധിച്ചും, അതേപോലെ തന്നെ ഈ കേസ് രാജ്യത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാര്യം രാജ്യത്ത് ആദ്യമായിട്ട് ഒരു വനിതാ സന്യാസിനി ഈ കേസിലെ പ്രതിയാകുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ ഹിന്ദുത്വ തീവ്രവാദം എന്നുള്ള പേരുയർന്നതും ഈ ഒരു 2008 ഈ മലേഗാവ് സ്ഫോടനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വിധി വളരെ നിർണായകമാകും. ഇന്നിപ്പോൾ കേസിൽ പ്രതികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്നുള്ളത് കോടതി വ്യക്തമാക്കും. കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്താണ് ശിക്ഷ എന്നുള്ളത് പിന്നീടായിരിക്കും വ്യക്തമാക്കുക. അതേസമയം നിരപരാധികളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നവരെ ഈ കേസിൽ നിന്നും പൂർണ്ണമായും കുറ്റമുക്തരാക്കുവാനുള്ള നടപടികളിലേക്കായിരിക്കും NIA കോടതി കടക്കുക. കൃഷ്ണരാജ്, ശരി. മലേഗാവ് സ്ഫോടന കേസിൽ പ്രത്യേക NIA കോടതി ഇന്ന് വിധി പറയും. സ്ഫോടനം നടന്ന് 17 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ, കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ഫോടന കേസിൻ്റെ വിധിയാണ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. നന്ദഗോപൻ. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വിവാദം കനക്കുകയാണ് കേരളത്തിൽ. വിഷയം രാഷ്ട്രീയമായും വർഗീയമായും മുതലെടുപ്പുകൾക്ക് വിധേയമാവുകയാണ്. അതേസമയം പുറത്തു കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നതാണ് വസ്തുത. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തന സംഭവത്തിൻ്റെ പേരിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായതാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം. നിറം പിടിപ്പിച്ച നിരവധി കഥകളാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും പുറത്തു വരുന്നത്. ഈ കഥകൾക്കപ്പുറം എന്താണ് വാസ്തവം? അത് പരിശോധിക്കുകയാണ് ജനം TV സംഘം. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 മലയാളി കന്യാസ്ത്രീകളെ 3 പെൺകുട്ടികൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ നാരായൺപൂരിലെ അബുജ്മാദ് ഗ്രാമത്തിൽ നിന്നുള്ള ആദിവാസി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം നൽകി ആഗ്രയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകിയതോടെ സംശയം ഇരട്ടിച്ചു. സെൻസിറ്റീവ് മേഖലയായ ബസ്തറിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ അധികൃതരെ അറിയിച്ചില്ല എന്നതിനൊപ്പം കൈവശം ഉണ്ടാകേണ്ട ഒരു രേഖ പോലും
ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നുമില്ല. യാത്രയ്ക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതമുണ്ടെന്ന് കന്യാസ്ത്രീകൾ വാദിക്കവേ തന്റെ സമ്മതമില്ലാതെയാണ് യാത്രയെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പോലീസിന് മൊഴിയും നൽകി. പിന്നാലെ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, ഒപ്പം ഒരു ദല്ലാളും അറസ്റ്റിലായി. हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको। कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए, तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले। तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़ी जुड़ के 2 लड़की मन का हो गया है करके, तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी। उसके बाद वहाँ से फिर फ़ोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुमति है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके। तो मैं बोली मेरे हाथ में पैसा नहीं है करके। तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले, तो ठीक है करके हम लोग आ रहे। കസ്റ്റഡിയിലെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മതപരിവർത്തന ലക്ഷ്യത്തോടെയുള്ള മനുഷ്യക്കടത്ത് ബോധ്യപ്പെട്ടതോടെ കന്യാസ്ത്രീകളുടെ മേൽ BNS 143 പ്രകാരമുള്ള മനുഷ്യക്കടത്ത് കുറ്റവും 1968 നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ചുമത്തി. പെൺകുട്ടികളെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ ആഗ്രയിൽ നിന്നും ഇൻഡോറിൽ നിന്നും എത്തിയതാണ് 2 കന്യാസ്ത്രീകൾ എന്ന് പോലീസ് കണ്ടെത്തി. പെൺകുട്ടികൾക്കായുള്ള ടിക്കറ്റ് അടക്കം ഇവരുടെ കൈവശമായിരുന്നു എന്നതും മനുഷ്യക്കടത്ത് സംശയാതീതമായി ഉറപ്പിച്ചു. ഇതിനെല്ലാം അപ്പുറം പെൺകുട്ടിയുടെ മൊഴി കൂടിയായതോടെ മജിസ്ട്രേറ്റ് കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്തു. കോടതിയിൽ ആർഗ്യുമെൻ്റ് കേട്ടു. നൺസിൻ്റെ പക്ഷത്തുള്ള വക്കീൽമാർ അപ്പിയറായി. കോടതി പറയുന്നത് സെക്ഷൻ 273 സെക്ഷൻ അത് NIA കോർട്ടിൽ പോകേണ്ടതാണ്. സ്പെഷ്യൽ കോർട്ട് ഓഫ് NIAക്ക് ഇതിന് ജുറിഡിക്ഷൻ ഉള്ളതുകൊണ്ട് ജുറിഡിക്ഷനിൽ ബേസിൽ ഇത് കാര്യം ചെയ്തു. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ, രേഖകൾ എന്നിവ പരിശോധിച്ചാൽ കേസിന്റെ കിടപ്പ് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാകും. കന്യാസ്ത്രീകളെ രക്ഷിക്കാനെന്ന പേരിൽ ഛത്തീസ്ഗഡിൽ അരങ്ങേറുന്ന നാടകം അവരുടെ മോചനത്തെ തന്നെ ബാധിക്കും. നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ് നല്ലത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും കൈയോടെ പിടിക്കപ്പെട്ടതോടെ ഹിന്ദു സംഘടനകളും ആദിവാസി സമൂഹവും കടുത്ത നടപടികൾക്ക് ഛത്തീസ്ഗഡ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി. മതപരിവർത്തനം കൊണ്ട് പൊറുതിമുട്ടിയ സർക്കാർ കടുത്ത നടപടിയിലേക്കും നീങ്ങി. ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്നും ഇളവ് ലഭിക്കില്ലെന്ന് വന്നതോടെ സഭ സമ്മർദ്ദതന്ത്രം പുറത്തെടുത്തു. തുടർന്ന് വിഷയം ഏറ്റെടുത്ത രാഷ്ട്രീയ പാർട്ടികൾ നിരനിരയായി ഛത്തീസ്ഗഡിലേക്ക് എത്തി. ഏത് മഠത്തിലും ഞങ്ങൾക്ക് എത്രയോ നാളുകളായി കോൺവെന്റുകളുമായി ബന്ധപ്പെടുന്ന കോൺവെന്റുകളിൽ അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നതും അവരുമായി സംസാരിക്കുന്നതുമൊക്കെ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് നിയോഗിക്കപ്പെട്ടവരാണ്. സിസ്റ്റേഴ്സിൻ്റെ കൂടെ പുരുഷന്മാർ യാത്ര ചെയ്യാറില്ല. അത് അവരുടെ ഒരു വിശ്വാസം, അവരുടെ കൺവിക്ഷനുമാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് പോയത് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കറിയാം, മലയാളം നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിലും സിസ്റ്റേഴ്സ്, അച്ഛന്മാർ പോലും അവരുടെ കൂടെ പോകാറില്ല. അതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ അധികാരമാണ്. സിസ്റ്റേഴ്സ് അത് വളരെ കാര്യക്ഷമമായി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യം അപ്രസക്തമാണ്. സിസ്റ്റേഴ്സിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ അപ്രസക്തമാണ്. അവർ ചെയ്തിരിക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. പ്രായപൂർത്തി വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡുണ്ട്, അവരുടെ രക്ഷകർത്താക്കളുടെ സമ്മതമുണ്ട്, അവരുടെ കുട്ടികളുടെ സമ്മതമുണ്ട്. തൊട്ടാൽ പൊള്ളുമെന്ന ഉറപ്പുള്ള വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇതുവരെയും തിരിഞ്ഞുപോലും നോക്കിയില്ല. നടന്നതിന്റെ യാഥാർത്ഥ്യം
അറിയാവുന്ന ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സഭയും കമാന്ന് മിണ്ടിയിട്ടില്ല. എന്നാൽ ഒരു വശത്ത് കേസിൽ ജാമ്യം സുഗമമാക്കാൻ പിൻവാതിൽ ചർച്ചകൾ നടക്കുമ്പോൾ വൈകാരിക പ്രസ്താവനകളും വെല്ലുവിളികളുമായി കേരളത്തിലെ മതപുരോഹിതന്മാരും വിവിധ മുന്നണികളും കളം നിറഞ്ഞു. ജാമ്യത്തിന് സഹായിക്കാമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചെങ്കിലും കേസ് തന്നെ റദ്ദാക്കണമെന്ന് സഭയും പുരോഹിതരും കട്ടായം പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരുടെ മതപരിവർത്തനം കൊണ്ട് പൊറുതിമുട്ടിയ ഛത്തീസ്ഗഡിലെ ഹിന്ദു ആദിവാസി വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയതോടെ കേസിൽ നിലപാട് കടുപ്പിക്കേണ്ട ഗതികേടിലായി ഛത്തീസ്ഗഡ് സർക്കാർ. നിലവിൽ നിസ്സാരമായി പരിഹരിക്കേണ്ട കേസ് NIA കോടതിയിൽ എത്തി നിൽക്കുകയാണ്. NIAക്ക് കേസ് ഏറ്റെടുക്കുന്നതിനുള്ള എല്ലാ വഴിയും ഒരുങ്ങിക്കഴിയുകയും ചെയ്തു. NIA വരുന്ന പക്ഷം സംഭവം ഒരു കേസിൽ മാത്രം ഒതുങ്ങില്ല എന്നതും ഉറപ്പ്. ക്രൈസ്തവ സഭയും രാഷ്ട്രീയക്കാരും കളിച്ച് കളി കാര്യമായ മട്ടാണ്. ഇരു കൂട്ടരുടെയും ഭീഷണിയും സമ്മർദ്ദവും ചിലവാകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. മതപരിവർത്തനമെന്ന അഗ്നിപർവ്വതം ഛത്തീസ്ഗഡിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം S ശ്രീകാന്ത്, ജനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിലെത്തിയത്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമായിരുന്നു നിർബന്ധിത മതപരിവർത്തനം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുണ്ട്. വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഈ മൗനം വലിയ പ്രതിരോധത്തിൻ്റെ സൂചനയോ? കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുകയും മനുഷ്യക്കടത്ത് നടക്കുകയും അതിന്മേൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ഈ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആദിവാസി മേഖലയിൽ പണം നൽകി പാരിതോഷികങ്ങൾ നൽകി കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘം ആളുകളെ മതം മാറ്റുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അതിനെതിരെ ആദിവാസി ജനവിഭാഗങ്ങൾ തന്നെയാണ് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത്. ഈ സമ്മർദ്ദം താങ്ങവയ്യാതെയാണ് ഭൂപേഷ് ഭാഗൽ കഴിഞ്ഞ ദിവസം ഈ കന്യാസ്ത്രീകളെ കാണുന്നതിന് കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനെ ഒരല്പസമയം സഹായിച്ച ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ 3 പാസ്റ്റർമാരും ഒരു വൈദികനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജഷ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തെ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ ഈ 4 പേരെ ചേർന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണത്. 2021 നിർബന്ധിത മതം മാറ്റത്തിൻ്റെ പേരിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യവും ഇപ്പോൾ തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു ആ സംഭവം. വൈദികൻ ആയിരുന്ന അരുൺ കുജൂർ, പാസ്റ്റർമാരായ ബസന്ത് ലക്ര, സാൽമൺ ഡിഗ്ഗ, ഡിനോ കുജൂർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 പേരെ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അന്ന് ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തത്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഇതാ ഇപ്പോൾ BJP പിന്നീട് അധികാരത്തിൽ വരുന്നു. സമാനമായ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടക്കുന്നു. നിയമപരമായ നടപടികൾ BJPയുടെ ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനെതിരെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സംഘം ഇവിടെ എത്തി പ്രതിഷേധിക്കുകയും കേരളത്തിൽ ക്രൈസ്തവ സഭയും മതമേലധ്യക്ഷന്മാരും ഒപ്പം കോൺഗ്രസും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2021 ഒരു വൈദികനെയും 3 പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്ത് മതപരിവർത്തന നിരോധന നിയമം പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ ഈ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാർ, കേരളത്തിലെ ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാർ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, CPIMൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ അന്ന് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടുത്തുകാർ പോലും ഉയർത്തുന്നത്. കാരണം ഇവിടെ അത് നിയമം മൂലം നിരോധിച്ചതാണ് ഈ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും എന്ന് പറയുന്നത്. ഇനി കൃഷ്ണരാജ് ചോദിച്ച മറ്റ് ചോദ്യത്തിലേക്ക് വന്നാൽ,
കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും മഹാമൗനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരെ നമുക്ക് കണ്ടുകിട്ടുന്ന പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പ്രദേശത്തെ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭൂപേഷ് ബഗൽ ആകെ വന്നത് ഈ പ്രതിനിധി സംഘത്തെ പുറത്ത് തടഞ്ഞപ്പോൾ അകത്തേക്ക് 7 പേരെ കയറ്റിവിടുന്നതിന് വേണ്ടി മാത്രം വന്നു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം മൈക്കുമായി നമ്മൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ സമീപിച്ചാൽ അവരവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് കാണാനുള്ളത്. ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർക്കും അറിയാം അവരുടെ ഭരണകാലത്തും ഈ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നും അതിനെതിരെ അറസ്റ്റും കേസും ഉണ്ടായിട്ടുണ്ട് എന്നും അവർക്കറിയാം. 2, ഈ പ്രദേശത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സെൻസിറ്റീവായ ഇഷ്യൂ ആണ് മതപരിവർത്തനമെന്നും അവർക്കറിയാം. അതുകൊണ്ട് അവർ മിണ്ടില്ല. കൃഷ്ണരാജ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ സഭ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു 10 പേരെ പോലും രംഗത്തിറക്കി പ്രകടനം നടത്താൻ ഈ ഛത്തീസ്ഗഡിലെ സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്കും വളരെ കൃത്യമായി അറിയാം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കനത്ത വീഴ്ചയാണ് എന്നുള്ളത്. ഇതിലാകെ ഈ ക്രൈസ്തവ സഭ ശ്രമിച്ചു നോക്കിയത് കേരളത്തിലെ BJPയെ തെരഞ്ഞെടുപ്പിൻ പടിവാതിക്കലെത്തി നിൽക്കെ സമ്മർദ്ദത്തിലാഴ്ത്തി ഏതെങ്കിലും തരത്തിൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തെ വെള്ളപൂശിയെടുത്ത് ഇവരെ പുറത്തു കൊണ്ടുവരാം എന്നൊരു ശ്രമമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ നടത്തിയത്. അത് പാടെ പൊളിയുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. സ്വാഭാവികമായി ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നത് അവർ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാൻ പോകുന്നു എന്നുള്ളതാണ്. NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം അടിവരയിട്ട് പറയാം കൃഷ്ണരാജ്, ഈ ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള മിഷണറി സംഘത്തിൻ്റെ ക്രൈസ്തവ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വ്യാപകമായ മതപരിവർത്തനം നക്സലേറ്റ് മേഖലയിൽ നടക്കുന്നുണ്ട്. ബസ്തർ പോലെയുള്ള ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്ക് ഇതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയാണ് ബസ്തർ എന്ന് പറയുന്നത്. പല മേഖലയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഒരു മൊബൈൽ ടവർ പോലും സ്ഥാപിക്കാൻ സാധിക്കാത്ത സ്ഥലത്തേക്ക് ഈ കന്യാസ്ത്രീകളും ഈ മതപരിവർത്തന മിഷണറി സംഘവും എങ്ങനെ കടന്നു ചെല്ലുന്നു, നക്സലേറ്റുകൾ അവരെ അതിന് അനുവദിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. വൈകാതെ നമ്മൾ ബസ്തറിലേക്ക് പോകും. ഇവരുടെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ വിവരം നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കോൺഗ്രസ് മൗനത്തിലാണ്, ഇവിടുത്തെ സഭയും മൗനത്തിലാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘം അവിടെ വന്നപ്പോഴും ആ ബെനി ബെഹനാന്റെ പ്രതികരണം കേൾക്കുമ്പോൾ നന്നായി മെഴുകുന്നുണ്ടല്ലോ. കൃഷ്ണജി, ഇതിൽ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഛത്തീസ്ഗഡിലുണ്ട്. ഈ കന്യാസ്ത്രീകളുടെ സഹോദരൻ ഇറങ്ങി വന്ന് നടത്തിയ ഒരു പ്രതികരണം, അവർക്ക് ജയിലിനുള്ളിൽ കുഴപ്പങ്ങളൊന്നുമില്ല, സൗകര്യക്കുറവുകളൊന്നുമില്ല, ജയിലിനുള്ളിൽ അവർക്ക് പ്രശ്നമില്ലാതെ തന്നെയുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കളാണ് പറയുന്നത് അവർക്ക് ജയിലിനുള്ളിൽ വലിയ പ്രശ്നമാണ്, അവർ നേരിടുന്നത് കൊടിയ പീഡനമാണ്. ഇന്നലെ ബൃന്ദ കാരാട്ടൊക്കെ അത് പറയുമ്പോൾ നമ്മൾ അത്ഭുതം കൊണ്ടുപോയി. കാരണം അവരുടെ സഹോദരനില്ലാത്ത, നിരന്തരം കാണുന്ന സഹോദരനില്ലാത്ത പരാതിയാണ് ബൃന്ദ കാരാട്ടിനും ഈ ബെന്നി ബെഹനാനും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ നേതാക്കളാണ് ഈ 2 കന്യാസ്ത്രീകളെയും ഈ ജയിലിനുള്ളിൽ തളച്ചിടുന്നതിന് കാരണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ഇവരിവിടെ വന്നുണ്ടാക്കിയ പ്രശ്നം കാരണം ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ തെരുവിലിറങ്ങി എന്നുള്ളതാണ്. ഈ ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗങ്ങൾ പ്രത്യേക സംരക്ഷണം അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അവർ തെരുവിലിറങ്ങി അവരുടെ പെൺമക്കളെ മതം മാറ്റുന്നു, അവരുടെ പെൺമക്കളെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡിലെ ആദിവാസി സമൂഹം തെരുവിലിറങ്ങിയതോടെ ഈ കന്യാസ്ത്രീകളെ സഹായിക്കാനെത്തിയ അനൂപ് ആന്റണി പോലും പ്രതിരോധത്തിലായി. ഒരു കാര്യം, അനൂപ് ആന്റണിക്കെതിരെ വേണമെങ്കിൽ പോലും മുന്നോട്ട് പോകവേ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽ നിന്നും ജനരോഷം ഉണ്ടായേക്കാം. കാരണം ഈ കോൺഗ്രസ് നേതാക്കളും അത്തരം ആളുകളും ഒക്കെ തന്നെ വന്ന് ഈ കേരളത്തിലെ ക്രൈസ്തവ സഭ മതമേലധ്യക്ഷന്മാരും ചെയ്യുന്ന പരിപാടികൾ കാരണം ഇവിടെയുള്ള മലയാളികൾക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിവാസി വിഭാഗങ്ങളുടെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ മൗനം പാലിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മറുപടിയില്ല, വലിയ പ്രതിരോധത്തിലാണ് അവർ എന്ന് വ്യക്തമാണ്. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതേയില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാർ അവിടെ വന്നപ്പോൾ അവരെ അകത്ത് കയറ്റിവിടാൻ മാത്രം എത്തി മടങ്ങിപ്പോയി ഭൂപേഷ് ബാഗൽ. അങ്ങനെ ആകെ പ്രതിരോധത്തിലാണ്. ഒരു കൃത്യമായ നിലപാടെടുക്കാൻ അവിടെ കോൺഗ്രസിന് ആകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കായി കണ്ണീർ വാർക്കുന്ന CPM കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്ത്.
2022 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ്. അന്ന് ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും പ്രതികരിക്കാൻ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറായതുമില്ല. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് നോക്കി മുതലക്കണ്ണീരൊഴുക്കുകയാണ് ഇടതും വലതും. പക്ഷേ 2022 സംഭവിച്ചത് എന്താണ് എന്നോർത്തു നോക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യവുമാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതുകൊണ്ടൊരു ഗിമ്മിക്സ്, അതുകൊണ്ടാണ് ഈ ചേർത്തു പിടിക്കൽ ശ്രമം നടക്കുന്നത്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇടത് വലത് മുന്നണികളുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് അങ്ങനെ മറന്നേക്ക് പുറത്തു വരുന്നുണ്ട്. അത് പലരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. 2022 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ തൃശ്ശൂരിലെത്തിയ 2 കന്യാസ്ത്രീകളെ അന്ന് തൃശ്ശൂർ പോലീസ്, അതായത് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് സമാനമായ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് തൃശ്ശൂർ സെഷൻസ് കോടതിയിലേക്ക് കേസൊക്കെ എത്തി, തെളിവുകളില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അന്ന് ആ കേസ് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്, പിണറായി സർക്കാരാണ്. ഒരക്ഷരം മിണ്ടാൻ അന്നത്തെ കോൺഗ്രസ് തയ്യാറായില്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ #, പ്രചരണം നടത്താനോ ഒന്നും തന്നെ അന്ന് ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സമാനമായ വിഷയം തന്നെയാണ് ഇപ്പോൾ 2025 ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അവിടെ നടന്ന സംഭവത്തെ ഒരു വക്രീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കാനോ, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കണോ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാകുന്നില്ല. പകരം അവിടെ ഭരിക്കുന്ന BJPയെ കുറ്റം പറയാൻ, അവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയാൻ, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാക്കാൻ മാത്രമാണ് ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ 2 മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കേരളത്തിൽ. കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം ചേർക്കുക, ഒരു വോട്ട് പ്രീണനം നടത്തുക, രാഷ്ട്രീയ പ്രീണനം നടത്തുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് ഈ 2 സംഭവങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല 2021 സമാനമായി തന്നെ കോൺഗ്രസ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാതിരിയെയും ഒപ്പം തന്നെ 3 പാസ്റ്റർമാരെയും സമാനമായ മനുഷ്യക്കടത്ത് വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഈ പറയുന്ന ആരും തന്നെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എന്ന അതിലൊരു വിഷയത്തിൽ ഇടപെട്ടില്ല. ഒപ്പം തന്നെ അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല. ഇന്നിപ്പോൾ 2025 എത്തുമ്പോൾ അവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇതേ കോൺഗ്രസ് ആണ്, ഇതേ CPM ആണ്. CPM നേതാക്കൾ ജയിലിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി നടത്തുന്നു. കൂടാതെ തന്നെ ഇന്നിപ്പോൾ റോജി M. ജോൺ, കോൺഗ്രസിന്റെ MLA, അദ്ദേഹം അവർക്ക് വേണ്ടി കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ കേന്ദ്രമാക്കി, വിഷയമാക്കി ഈ സംഭവത്തെ മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് ക്രൈസ്തവ സഭ നടത്തിയിരുന്നു. കൂടാതെ തന്നെ #, പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്നു. BJPയെ ആക്രമിക്കാൻ, BJPയുടെ ഭാഗത്ത് തെറ്റുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ആദ്യം പ്രതികരിച്ച രാഷ്ട്രീയ കക്ഷി BJPയാണ്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ഛത്തീസ്ഗഡിലേക്ക് പോയി. ഒപ്പം തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഛത്തീസ്ഗഡിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രിയുമായിട്ടൊക്കെ കണ്ട് സംസാരിക്കുകയും അതിലെ നിജസ്ഥിതികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടപടികളും ഒക്കെ ആരംഭിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അതിനെ സഭ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അന്ന് 2021 കേരളത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ 2 കന്യാസ്ത്രീകളെ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി പോലീസ് സമാനമായ മനുഷ്യക്കടത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിലടയ്ക്കുമ്പോൾ അന്ന് ഈ സഭാ നേതൃത്വം ഒന്നും മിണ്ടിയില്ല. ഒരു ക്രൈസ്തവ സഭകളും ഒരു പ്രതിഷേധ മാർച്ചുമായി നിരത്തിലിറങ്ങിയില്ല, മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയില്ല, പ്രതിപക്ഷ നേതാവുമായി കൈകോർത്തുകൊണ്ട് ഇതിലൊരു നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നതുമില്ല. അങ്ങനെ അന്ന് നടത്തിയ അല്ലെങ്കിൽ അന്നത്തെ ആ ശ്രമങ്ങൾ മറ്റൊരു രീതിയിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ BJPയെ തെറ്റുസ്ഥാനത്ത് നിർത്താൻ അല്ലെങ്കിൽ കുറ്റക്കാരനായി നിർത്താൻ ചാപ്പകുത്താനുള്ള ശ്രമം സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ക്രിസ്മസും ഒപ്പം തന്നെ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ BJP നടത്തുന്ന ചില ഇടപെടൽ
ഇടപെടൽ, ഒപ്പം തന്നെ ഇവരുടെ വീടുകളിൽ പോകുന്നു, ക്രൈസ്തവ സഭകളിലൊക്കെ പോകുന്നു, അവരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണമൊക്കെ, അതിനെയൊക്കെ തിരിച്ചടിച്ചുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ രീതിയിൽ വിമർശനം BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ BJPക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ ഈ 2021 സാഹചര്യങ്ങൾ കൂടി, കേരളത്തിലെ സാഹചര്യവും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലുണ്ടായ സാഹചര്യം പരിശോധിച്ച് വേണം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എന്നുള്ളൊരു വിമർശനം, ഒപ്പം തന്നെ അത്തരത്തിലൊരു ആവശ്യമൊക്കെ ഇപ്പോൾ സജീവമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം കോൺഗ്രസ് വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമാക്കാൻ, ആയുധമാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. സമാനമായി തന്നെ CPMഉം അതിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വേണം. പിണറായി സർക്കാർ അന്ന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സാഹചര്യം എന്താണ് എന്ന് പറയാതെ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനെ കേന്ദ്രമാക്കി കേരളം മാറ്റുകയാണ്. അതിൽ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. അത് BJPയെ ഒറ്റപ്പെടുത്താൻ, ഒപ്പം തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ആക്കാനുള്ള നീക്കമാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. കൃഷ്ണരാജ്. യെസ്, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കായി കണ്ണീർ വാർക്കുന്ന CPMഉം കോൺഗ്രസും അവരുടെ ഇരട്ടത്താപ്പ് പുറത്തുവരികയാണ്. 2022 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ്. അന്ന് പ്രതിപക്ഷം മിണ്ടിയതേയില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ട 16 മണിക്കൂർ വീതം നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്നു മുതൽ സഭാ നടപടികൾ മുൻ നിശ്ചയിച്ച പ്രകാരം സാധാരണ നിലയിൽ തുടരും. അതേസമയം ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ബീഹാർ വോട്ടർ പട്ടിക വിഷയം തുടങ്ങിയവ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നലെ രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നെഹ്റു മോശമാക്കിയതൊക്കെ നന്നാക്കുന്നു നരേന്ദ്രമോദി, ആ ഒരു വാക്കിൽ തന്നെ എല്ലാമുണ്ട് അമിത്ഷായുടെ മറുപടിയിൽ. ഇന്ന് ഭരണപക്ഷത്തിന്റെ നീക്കം, അതാണല്ലോ ആദ്യം അറിയേണ്ടത്. കൃഷ്ണരാജ്, ഇന്ന് ഏറ്റവും പ്രധാനം ആദായ നികുതി സംബന്ധിച്ച്, അതിൻ്റെ സ്ലാബ് സംബന്ധിച്ച ഒരു ബില്ല് ഇന്നിപ്പോൾ സഭയിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് ആദായ നികുതി സ്ലാബ് മാറ്റം, അതേപോലെ തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അത് കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ശക്തമാക്കുവാൻ കൂടുതൽ അധികാരം നൽകുന്ന ബില്ലാണ് ഇന്നിപ്പോൾ സഭയിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. അതിനൊപ്പം തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടുവാനുള്ള പ്രമേയവും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സഭയിൽ അവതരിപ്പിക്കും. അതേസമയം തന്നെ സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. ഇന്നിപ്പോൾ രാവിലെ ND മുന്നണി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനമെടുക്കുക. പ്രധാനമായും ബീഹാർ വോട്ടർ പട്ടിക വിവാദം, ഒപ്പം തന്നെ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സംഭവം എന്നിവ ഉയർത്തിയായിരിക്കും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സഭാ സമ്മേളനം തുടങ്ങി ഇന്നിപ്പോൾ 11ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 11 ദിവസവും സഭ വളരെ പ്രക്ഷുബ്ധമായി തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ ദിനങ്ങളിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സഭയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ സഭ പിരിയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രതിപക്ഷം ഭരണപക്ഷവുമായി സഹകരിച്ച് സഭാ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോയത്. അതേസമയം കഴിഞ്ഞ 16 മണിക്കൂർ രാജ്യസഭയിലും ലോക്സഭയിലും ഇതിനോടകം തന്നെ ചർച്ച പൂർത്തിയായി. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് അത് നിർണായകം. ഇന്നിപ്പോൾ ND മുന്നണി യോഗം ചേരുമ്പോഴായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ മുന്നണി എത്തുക. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. എന്നാൽ ഭരണപക്ഷം അതിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബീഹാർ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷം ശ്രമിക്കുക. കൃഷ്ണരാജ്. ശരി, സഭാ നടപടികൾ ഇന്ന് തുടരും. പ്രതിപക്ഷം ബഹളത്തിന് തന്നെ ശ്രമിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. ഓഫറുകളുടെ വൻ ആഘോഷവുമായി പിട്ടാപ്പിള്ളിൽ റിയൽ ഓണം ഓഫർ ആരംഭിച്ചു. വൻ ഓണം, പൊന്നോണം, പിട്ടാപ്പിള്ളിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ അവതരിപ്പിച്ചു. വേനൽക്കാല സമ്മാന പദ്ധതിയിലെ വിജയികളെയും തിരഞ്ഞെടുത്തു.
വന്നോണം പൊന്നോണം പിട്ടാപ്പിള്ളിൽ റിയൽ ഓണം സ്കീം പിട്ടാപ്പിള്ളിൽ MD പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ അവതരിപ്പിച്ചതിനൊപ്പം വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തെരഞ്ഞെടുത്തു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിലായിരുന്നു ചടങ്ങുകൾ. കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമാ കണ്ണൻ നറുക്കെടുപ്പ് നടത്തി. കൗൺസിലർ സഹന M സംഭാജി, മുൻ കൗൺസിലർ മാർട്ടിൻ തയങ്കരി, CM ഹൈദ്രോസ്, പിട്ടാപ്പിള്ളിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, CEO കിരൺ വർഗീസ്, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, മരിയ പോൾ, അജോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും ന്യായമായ വിലയിൽ നൽകിയും ഉത്തരവാദിത്തത്തോടെയുള്ള സേവനം ഉറപ്പാക്കിയും യഥാർത്ഥ ഓഫറുകളും മികച്ച ഡിസ്കൗണ്ടുകളും നൽകി ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഈ ഓണക്കാലത്ത് റിയൽ ഓണം ക്യാമ്പയിനിലൂടെ വാഗ്ദാനങ്ങൾക്കപ്പുറം ഓഫറുകളുടെ യഥാർത്ഥ അനുഭവം സമ്മാനിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം ഓണം സ്കീമിൽ 10,000 പേർക്ക് സമ്മാനങ്ങളും ക്രിസ്മസ് ഓഫറിൽ ഇലക്ട്രിക് കാറും വേനൽക്കാലത്ത് യൂറോപ്പ് ടൂർ പാക്കേജുകളും സമ്മാനമായി നൽകിയ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് 2025 വർഷത്തിൽ ഓണം ഓഫറിന്റെ ഭാഗമായി 2025 വിജയികളെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പിട്ടാപ്പിള്ളിൽ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു. ഈ വർഷം 2025 പിട്ടാപ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 35 വർഷത്തിൻ്റെ നാഴികൽ പൂർത്തിയാക്കി 36ാം ഓണത്തിന് തയ്യാറെടുക്കുകയാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോറൂം പിട്ടാപ്പിള്ളിയാണെന്ന് ഒരു സർവേയിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് പിട്ടാപ്പിള്ളി. അതിന് പ്രത്യേക കാരണം എന്നും സുതാര്യമായ ഓഫറുകൾ നൽകുകയും എന്നും ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയും അതിൻ്റെ സേവനം കൃത്യമായി നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ്. 2025 വർഷം ഞങ്ങൾ 2025 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കും. ഗൃഹോപകരണങ്ങളും സ്വർണ്ണനാണയങ്ങളും വെക്കേഷനുകളും ക്യാഷ് ബാക്കുകളും നല്ലൊരു ഓഫറായിരിക്കും കസ്റ്റമേഴ്സിന് ഒരുക്കുക. അതോടൊപ്പം വളരെ വിപുലമായ എല്ലാ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ, മറ്റ് കമ്പനികളുടെ എല്ലാ ഓഫറുകൾ, ക്യാഷ് ബാക്കും എക്സ്ചേഞ്ചും മറ്റ് ഓഫറുകളെല്ലാം ഇതിനോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രമുഖ ബ്രാൻഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഓണം ഓഫറുകളെല്ലാം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സർവീസിനായി ഓരോ ഷോറൂമിലും പ്രത്യേക ടീമും സജ്ജമാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നീ ഉൽപ്പന്നങ്ങൾ പ്രത്യേക EMI സ്കീമിൽ വാങ്ങുവാനും ക്യാഷ് ബാക്ക് നേടുവാനുമുള്ള അവസരം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുമുണ്ട്. ഓണം ഓഫറിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ്, കോംബോ ഓഫേഴ്സ്, ക്യാഷ് ബാക്ക് ഓഫർ, ഫിനാൻസ് ഓഫറുകൾ, അധിക വാറണ്ടി സൗകര്യം എന്നിവ പിട്ടാപ്പിള്ളിയിലുണ്ട്. ആപ്പിൾ, സാംസങ്, വിവോ, ഒപ്പോ, സിയോമി, റിയൽമി എന്നീ പ്രമുഖ മൊബൈൽ ഫോൺ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI ഓഫറോടുകൂടി പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ ലഭ്യമാണ്. ഗിഫ്റ്റ് കൂപ്പണുകൾ, ഓൺലൈൻ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണുകൾ, ഫിനാൻസ് കസ്റ്റമേഴ്സിന് ആകർഷകമായ സ്കീമുകൾ എന്നിവയ്ക്ക് പുറമെ അഡീഷണൽ ഡിസ്കൗണ്ടും പിട്ടാപ്പിള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 36 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പിന് 84 ഷോറൂമുകളാണ് കേരളത്തിലുള്ളത്. ജനം, കൊച്ചി. നിർത്താതെ ഭരതനാട്യ ചുവടുകൾ വെച്ചത് 170 മണിക്കൂർ. കേട്ടാൽ അതിശയം തോന്നുന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് 20കാരി. ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി റെമോണ ഇവീറ്റെ പെരേരയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. മംഗളൂരുവിലെ സെന്റ് അലോഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് 20കാരിയായ റെമോണ. തുടർച്ചയായി 7 ദിവസം നൃത്തം ചെയ്താണ് ഗോൾഡൻ ബുക്കിൽ ഇടം നേടിയത്. കോളേജ് ക്യാമ്പസിലായിരുന്നു ഡാൻസ് മാരത്തോൺ. ജൂലൈ 21 ആരംഭിച്ച മാരത്തൺ ജൂലൈ 28 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിച്ചു. ഗണപതി ഭഗവാനെ പ്രകീർത്തിച്ച് ആരംഭിച്ച ഭരതനാട്യം ദുർഗാദേവിയെക്കുറിച്ചുള്ള ഗാനത്തിന് ചുവട് വെച്ചാണ് അവസാനിപ്പിച്ചത്. ഓരോ 3 മണിക്കൂറിലും 15 മിനിറ്റ് ഇടവേള. റമോണയുടെ മാതാവ് ഗ്ലാഡിസ് പെരേരയാണ് മകളുടെ ശക്തിയും ഊർജവും. റമോണയ്ക്ക് സർവ്വസമയവും പ്രോത്സാഹനമേകാൻ കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പര്യായമായി മാറിയിരിക്കുകയാണ് ഈ 20കാരി. ഏറെ ബുദ്ധിമുട്ടോടെ ചെയ്യുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. 127 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച സുധീർ ജഗ്താബാണ് റെമോണയുടെ മുൻഗാമി. 3ാം വയസ്സ് മുതൽ ഭരതനാട്യം അഭ്യസിക്കുന്ന റെമോണ 2019 അരങ്ങേറ്റം കുറിച്ചത്. 7 ദിവസത്തെ മാരത്തോൺ നൃത്തത്തിനായി പ്രതിദിനം 6 മണിക്കൂർ വരെയാണ് പരിശീലിച്ചത്. 2017 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. 2022 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. NSS വോളണ്ടിയർ കൂടിയായ റമോണയ്ക്ക് ഭരതനാട്യത്തിൽ PhD നേടാനും ദിവ്യാംഗർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, അനാഥർ എന്നിവർക്ക് ഭരതനാട്യം പഠിപ്പിച്ചു നൽകുകയുമാണ് റമോണയുടെ സ്വപ്നം. നാഷണൽ ഡെസ്ക്, ജനം. പാലക്കാട് ജില്ലയിൽ പൊതു ശ്മശാന ഭൂമി
സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചതായി പരാതി. 1.5 പതിറ്റാണ്ടായി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലക്കാട് വടകരപ്പതി പഞ്ചായത്തിലെ എലിപ്പാറയിലെ ശ്മശാന ഭൂമിയെ സംബന്ധിച്ചാണ് നാട്ടുകാരും സ്വകാര്യ വ്യക്തിയും തമ്മിൽ തർക്കം. 150ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന ശ്മശാന ഭൂമിയാണ് ഉഴുതുമറിച്ചത്. സംഭവത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പഞ്ചായത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകി. 3 ദേശക്കാരും കൂടിയിട്ട് എഗ്രിമെന്റ് ചെയ്ത് വാങ്ങിയ സ്ഥലമാണ്. എഗ്രിമെന്റ് പൈസയും കൊടുത്തും എല്ലാ പൈസയും ഇനി 5000 രൂപ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയ സമയത്ത് അവരുടെ ഡോക്യുമെന്റ് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചു പോകുമ്പോഴൊക്കെ അവരുടെ ഡോക്യുമെന്റ് ബാങ്കിലായിരുന്നു, അതുകൊണ്ട് എഴുതാൻ തരാനില്ല. അപ്പം നമ്മൾ അന്വേഷിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ അതുവരെ മരണങ്ങളും ഉണ്ടാകുകയും ചെയ്ത് ഇവിടെ കൊണ്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട്. 40 മരണത്തോളം ആയിട്ടുണ്ട്, ഇവിടെ അടക്കിയിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ഈ ജനുവരിയിൽ ചെല്ലപ്പൻ എന്നുള്ള ഒരു വ്യക്തി മരിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അടക്കാൻ പറ്റാതെ അവർ പ്രശ്നം ഉണ്ടാക്കി. കുഴി വെട്ടാൻ പോയപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഇതുപോലെ എല്ലാവരും കൂടി ഇടപെട്ട് അന്ന് ഇവരടക്കാണ്ട് കൊണ്ടുപോയി കത്തിക്കുക ചെയ്തത്. വിവരങ്ങളുമായി അരുണ ആലത്തൂർ ചേരുന്നു. അരുണ, എന്താണ് സംഭവം? കൃഷ്ണരാജ്, പാലക്കാട് വടകരപ്പതി എന്ന പ്രദേശത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഒരു ജനങ്ങൾ 2008 മുതൽ ഉപയോഗിക്കുന്ന ഒരു ശ്മശാന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചതായിട്ട് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ശ്മശാന ഭൂമിയിലാണെങ്കിൽ ആ 3 ദേശങ്ങളിലായിട്ടുള്ള ആളുകളുടെ പൂർവികരായിട്ടുള്ള ഒരു 50ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്കരിച്ച ഒരു ഭൂമി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചു എന്നാണ് പരാതിയായി പറയുന്നത്. അതായത് എലിപ്പാറ ലക്ഷം വീട്, കണക്കൻകളം, എരുമൻകളം എന്നിങ്ങനെ 3 ഗ്രാമങ്ങളിൽ നിന്നുള്ള 150ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ശ്മശാന ഭൂമിയാണിത്. ഈ ശ്മശാന ഭൂമിയാണ് ഇത്തരത്തിൽ വടകരപ്പതി പഞ്ചായത്തിലെ എലിപ്പാറയിൽ ഉള്ള ഈ ശ്മശാന ഭൂമിയാണ് ഇത്തരത്തിൽ ഉഴുതുമറിച്ചതായിട്ട് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2008 ഇവരെ ഈ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമി വാങ്ങുന്നത്. ആ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ആദ്യം ഒരു കരാറ് എഴുതുകയുണ്ടായി. ആ കരാറ് പ്രകാരം 1,50,000 രൂപ ഇവർ നൽകാനുണ്ടായിരുന്നു. അതിൽ 1,00,000 രൂപയോളം നൽകുകയുണ്ടായി. 5,000 രൂപ മാത്രമാണ് പിന്നീട് നൽകാനായിട്ട് ഉണ്ടായിരുന്നത്. ആ കരാറെല്ലാം എഴുതി ഇവർ ഈ ഭൂമി രജിസ്ട്രേഷന് വേണ്ടി പോയപ്പോഴാണ് ആ സ്വകാര്യ വ്യക്തി ആ ഭൂമിയുടെ ആധാരം ഒരു ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം അവരിൽ നിന്ന് മറച്ചിരുന്നുവെന്ന് ഈ നാട്ടുകാർ തിരിച്ചറിയുന്നത്. തുടർന്ന് ഈ സ്വകാര്യ വ്യക്തിയോട് ഇത് എടുത്തു തന്ന് തങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ബാങ്കിൽ നിന്നും ആധാരം എടുത്തത് ശേഷം ഉടൻ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് നൽകാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. അതിനിടയ്ക്ക് ഈ സ്വകാര്യ വ്യക്തി, അതിൻ്റെ ഉടമയായ വ്യക്തി മരിക്കുകയും ചെയ്തു. പിന്നീട് ആ വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഈ കാര്യങ്ങൾ ചുമതലയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഈ ഭാര്യയെ ബന്ധപ്പെട്ടു. അവരും ബാങ്കിൽ നിന്നും ആധാരം എടുത്ത ഉടനെ തന്നെ ആധാരം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് നൽകാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു നാട്ടുകാർക്ക് നൽകിയിരുന്നത്. ഇതിൻ പ്രകാരമാണ് 2008 മുതൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ അവിടെ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. 50ഓളം മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ഒക്കെ ചെയ്തത്. അത് 3 ദേശത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ 3 ദേശത്തിൽ നിന്നുള്ള 3 പേരാണ് ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഈ എഗ്രിമെൻറ്റിലൊക്കെ ഇവർ 3 പേരുടെ പേരിലാണ് എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഭൂമി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം സംസ്കരിക്കാനായി ചെന്നപ്പോൾ ഈ സ്വകാര്യ വ്യക്തി അത് തടയുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായിട്ട് പറയുന്നത്. അത്തരത്തിൽ തടഞ്ഞതിന് ശേഷം പിന്നീട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റുമൊക്കെ ഇടപെടുകയും ആ ഇടപെടലിന് ശേഷം അന്ന് ആ ഒരു മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഇവർ കഴിഞ്ഞ ദിവസം അവിടെ ആ പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് ആ ഭൂമി ആകെ ഉഴുതുമറിച്ച നിലയിൽ കാണുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും തങ്ങൾ പരിഭാവനമായി കരുതുന്ന തങ്ങളുടെ പൂർവികരെയൊക്കെ സംസ്കരിച്ചിട്ടുള്ള ഒരു ഭൂമി അതിനെ എങ്ങനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിനെ ഉഴുതുമറിച്ചിട്ടത് കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായിട്ട് പറയുന്നത്. സംഭവത്തിൽ ഈ വടകരപ്പതി പഞ്ചായത്തിലും അതുപോലെ തന്നെ പ്രദേശത്തെ മന്ത്രിയായ MLAയും മന്ത്രിയും കൂടെ ആയ കൃഷ്ണൻകുട്ടിക്ക് ഉൾപ്പെടെ ഈ നാട്ടുകാർ പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തങ്ങൾക്കൊരു നീതി വേണമെന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. കാരണം നേരത്തെ എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആധാരം
സഹകരണ ബാങ്കിലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തങ്ങളെ കബളിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി, ആ ശ്മശാന ഭൂമി, അത് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനെ കൂടുതൽ തുക വേണമെന്നുൾപ്പെടെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. 2 ലക്ഷം രൂപയോളം ഒരു സെന്റിന് നൽകിയാൽ മാത്രമേ ഈ ഭൂമി വിട്ടു നൽകുകയുള്ളൂ എന്ന തരത്തിലേക്ക് ഈ സ്വകാര്യ വ്യക്തി പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കുറച്ച് വൈകാരികമായിട്ടുള്ള കാര്യമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രയേറെ 50ഓളം ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ച ഭൂമി ആയതുകൊണ്ട് തന്നെ പലരുടെയും ഉറ്റവരും ഉടയവരും ഒക്കെ അന്തിയുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, അതിനെങ്ങനെ ഉഴുതുമറിച്ചപ്പോൾ അത് വലിയ ദുഃഖമുണ്ടാക്കി എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത്. ഏതായാലും സംഭവത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കും അതുപോലെ തന്നെ പഞ്ചായത്തിനുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. ശരി, പാലക്കാട് ജില്ലയിൽ പൊതുശ്മശാന ഭൂമി സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചുവെന്ന പരാതി, നാട്ടുകാർ പ്രതിഷേധവുമായുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തു. ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടക്കുകയാണെങ്കിൽ പലസ്തീനെ അംഗീകരിക്കുമെന്ന് കാനഡയും. സമാന പ്രഖ്യാപനം നടത്തിയ മൂന്നാമത്തെ G7 രാജ്യമാണ് കാനഡ. നേരത്തെ ഫ്രാൻസും ബ്രിട്ടനും പലസ്തീൻ അംഗീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യമായി ഹമാസിനെ ഒഴിവാക്കിയ സ്റ്റേറ്റായിരിക്കും കാനഡ മുന്നോട്ട് വയ്ക്കുകയെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം തന്നെ നടക്കണം. Intends to recognize the state of Palestine at the 80th session of the United Nations General Assembly in September 2025. This intention is predicated on the Palestinian Authority's commitment to much-needed reforms, including commitments by the Palestinian Authority's President Abbas to fundamentally reform its governance, to hold general elections in 2026 in which Hamas can play no part, and to demilitarize the Palestinian state. Canada will increase its efforts in supporting strong democratic governance in Palestine and the contributions of its people to a more peaceful and hopeful future. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, കാനഡ പറഞ്ഞു വെക്കുന്നത് എന്ത്? നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് പോലെ ഫ്രാൻസിന്റെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും നിലപാടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. പാലസ്തീനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാനഡ പറയുന്ന വിഷയത്തിൽ കുറെ കൂടി വ്യക്തതയും സുതാര്യതയും ഉണ്ട് എന്നതാണ്. അതായത് അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായ ഒരു ഭാഷ കൂടി അതിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. പാലസ്തീന്റെ വക്താക്കളാകാൻ ഹമാസിനെ അനുവദിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ വളരെ കൃത്യമായി മാർക്ക് കാർണിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഹമാസിനെ ഡീമിലിറ്ററൈസ് ചെയ്യുകയും ചെയ്താൽ പാലസ്തീൻ എന്ന സ്റ്റേറ്റിനെ അംഗീകരിക്കാം. അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ട്വിൻ സ്റ്റേറ്റ് എന്ന രീതിയിൽ, ഗാസയും ചേർന്ന 2 പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് എന്ന രീതിയിൽ ട്വിൻ സ്റ്റേറ്റായി അംഗീകരിക്കാമെന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കാനഡയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ അതിൽ മാനദണ്ഡങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഈ വരുന്ന വർഷം തന്നെ, അതായത് 2026 തന്നെ തെരഞ്ഞെടുപ്പ്, ജനകീയ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയും വേണം. അതിൽ ഹമാസിനെ ഒരു പങ്കും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട്, അതായത് ഹമാസിന്റെ സായുധ വിഭാഗത്തെ അംഗീകരിക്കില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഹമാസ് പൂർണ്ണമായും ഇസ്രായേലിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും വേണമെന്ന്, അതായത് ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് പാലസ്തീൻ സ്റ്റേറ്റിനെ ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടത്തിയാൽ പലസ്തീനെ അംഗീകരിക്കാമെന്ന് കാനഡയും പറയുന്നു. ഫ്രാൻസിനും ബ്രിട്ടനും ശേഷം പലസ്തീൻ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് കാനഡയും. അതിന് അവർ കൃത്യമായ ഉപാധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. സമസ്ത മുസ്ലിം ലീഗ് തർക്കം പരിഹരിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോഴിക്കോടാണ് ചർച്ച. മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, പറയൂ. കൃഷ്ണരാജ്, ഈ സമസ്ത ലീഗ് തർക്കം ഇങ്ങനെ മുറുകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് 2 മണിക്കാണ് കോഴിക്കോട് ചർച്ച നടക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളിലെ 10 വീതം അംഗങ്ങളാണ് ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുക. പ്രധാനമായും ഈ CIC വിഷയം, അതായത് ഈ ഇസ്ലാമിക കോളേജുകളിലെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട്, ഹക്കീം ഫൈസി ആദിശ്ശേരിയെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ട്. ഈ തർക്കം സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമസ്തയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ
എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സുന്നി മഹൽ ഫെഡറേഷന്റെ തിരഞ്ഞെടുപ്പ് ഈ അടുത്താണ് നടന്നത്. പരപ്പനങ്ങാടി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുന്നുണ്ട്. ഇതും ചർച്ചാ വിഷയമാവും. മാത്രമല്ല ഈ സമസ്ത മുഖപത്രത്തിൽ വന്ന അതായത് മുഖപത്രത്തിൽ എല്ലാവരും വരിക്കാരാവണം എന്നതിനെ സംബന്ധിച്ച് ഒരു എഡിറ്റോറിയൽ പേജ് നൽകിയിരുന്നു. അതായത് ഈ സമസ്തയെ കൂടുതൽ, അതായത് ഈ പത്രം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മുഖപത്രം എല്ലാവരും വാങ്ങിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് ഈ സാദിഖ് അലി തങ്ങളൊക്കെ തന്നെയും പരാമർശിച്ചിരുന്നു എന്നൊരു കാര്യവും ഉടലെടുത്തിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച വിഷയത്തിലും ചർച്ച നടക്കും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയിൽ വരിക എന്നൊരു കാര്യമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, സമസ്ത മുസ്ലിം ലീഗ് തർക്കം പരിഹരിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ചർച്ച ഉണ്ടാവുക. ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചർച്ചയ്ക്ക് എത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. അങ്ങനെ പുത്തൻ പുലരിയുടെ സമയം അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂറോളം വിവിധ വാർത്തകളുമായി പ്രേക്ഷകരിലേക്ക് എത്താനായി എന്ന ആത്മവിശ്വാസത്തോടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം, അതിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്തേ.